السلام عليكم ورحمة الله. الحمد لله الملك القدوس السلام مدبر الشهور والأعوام، نحمده سبحانه كما ينبغي لجلال وجهه وعظيم سلطانه، وأشهد أن لا إله إلا الله وحده لا شريك له ذو الجلال والإكرام، وأشهد أن نبينا محمدا وعبد الله ورسوله المبعوث رحمة للأنام وصاحب المقام المحمود صلى الله عليه وسلم. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان، أوصيكم عباد الله ونفسي بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله السميع العليم من الشيطان الرجيم. وأصحاب الشمال ما أصحاب الشمال في سموم من يحموم وظل من يحموم لا بارد ولا كريم. സ്നേഹം നിറഞ്ഞ ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, വലതുപക്ഷവും ഇടതുപക്ഷവും അതിൻ്റെ തുടർച്ച എന്നോണം കഴിഞ്ഞ തവണ വലതുപക്ഷത്തെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചിരുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇടതുപക്ഷം എന്താണെന്ന് വിശദീകരിക്കാമെന്ന് നിങ്ങളുമായി വാദ ചെയ്യുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇടതുപക്ഷം ആരാണ്? ഖുർആൻ പറയുന്നു വ അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷം. മാ അസ്ഹാബു ഷിമാൽ, എന്താണ് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ? അവരെത്തിച്ചേരുന്ന സ്ഥലം ഫി സമൂമിൻ മിൻ യഹ്മൂം, രോമകൂപ്പങ്ങളെ കരിച്ചു കളയുന്ന തരത്തിലുള്ള ഒരു ശിക്ഷ ലഭിക്കപ്പെടുന്ന വിഭാഗം ആളുകളാണ് ഇടതുപക്ഷക്കാർ. തീർന്നില്ല, മിൻ യഹ്മൂം, അവർ ചുട്ടു തിളക്കുന്ന വെള്ളമാണ് അവർക്ക് അള്ളാഹു നൽകുക. ഇത് സൂറത്തുൽ വാഖിയയിലെ പരാമർശമാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഇബ്രാഹീമിൽ എന്താണ് ആ വെള്ളം വിശദീകരിക്കുന്നു. വസ്തഫ്തഹു വഖാബ കുല്ലു ജബ്ബാരിൻ അനീദ്. ഈ വെള്ളം ആർക്കുള്ളതാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ വലുപ്പം നടിച്ച് ഒരു സർവാധിപതിയായി തൻ്റെ മേലെ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന മനസ്സാക്ഷിയുള്ളവർക്കും അനീദ് ദുർവാശിയുള്ളവർക്കുമാണ്. ഒരു സത്യം ഗ്രഹിക്കാനുള്ള കഴിവ് കൊടുത്തിട്ട് ആ സത്യം അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും അത് തള്ളിക്കളയുന്ന ദുർവാശിയുള്ള ആളുകളാണ് ഇടതുപക്ഷക്കാർ. അതോടൊപ്പം തന്നെ അവരെന്ന് പറഞ്ഞാൽ അങ്ങേറ്റൊരു ജബ്ബാറായിരിക്കും, ഒരു സർവാധിപതി. തൻ്റെ മേലെ ആരുമില്ല, തനിക്ക് താൻ പറഞ്ഞാൽ അത് എടുത്തുകൊള്ളണം, താൻ പറഞ്ഞതിൻ്റെ മേലെ ആരും പറയാൻ പാടില്ല, താൻ ചെയ്തതിൻ്റെ മേലെ ആരും ചെയ്യാൻ പാടില്ല, അത് തെറ്റായാലും ശരിയായാലും ഞാൻ പറഞ്ഞത് ചെയ്തോളണം. ഈ നിലക്ക് ചിന്തിക്കുന്ന ആളുകളുണ്ട്, അവർ ഇടതുപക്ഷക്കാരാണ്. നമ്മളതിൽ പെടുമോ എന്ന് പരിശോധിക്കുകയും വേണം. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ പറയുന്ന കാര്യം, ഞാൻ ചെയ്യുന്ന കാര്യം, അത് നിങ്ങൾ എടുത്തുകൊള്ളണം. അത് ഇസ്ലാമികമല്ല, അതൊരു ഇടതുപക്ഷത്തിൻ്റെ സ്വഭാവമാണ്. ഖുർആൻ പറയുന്നു, അത്തരം ഇടതുപക്ഷക്കാരായ ആളുകൾക്ക് മിൻ വറായിഹി ജഹന്നം, പിന്നാലെ ഈ ആളുകളുടെ മരണാനന്തരം പിന്നാലെ അവർക്ക് നരകമുണ്ട്. യുസ്കാ മിൻ മാ ഇൻ സദീദ്, അങ്ങേയറ്റം ചോരയും ചലവും കലർന്ന നീരിൽ നിന്ന് അള്ളാഹു അവരെ കുടിപ്പിക്കും. ഇതാണ് ഇടതുപക്ഷത്തിനുള്ള. വലതുപക്ഷത്തിൻ്റെ സുഖസൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കും ഞാൻ കടക്കുന്നില്ല, കാരണം പരിമിതമായ സമയത്തിനുള്ളിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ടായതുകൊണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു പറയുന്നത് യുസ്കാ മിൻ മാ ഇൻ, നീരിൽ നിന്നാണ് കുടിപ്പിക്കുന്നത്. എന്തിൻ്റെ നീരാണത്? സ്വദീദാണ്. സ്വദീദ് എന്ന് പറഞ്ഞാൽ രക്തവും ചലവും ചേർന്ന നീരാണ്. അതാണ് കുടിക്കാൻ കിട്ടുക. എന്നാലോ യതജറഉഹു വലാ യകാദു യുസിയുഹു, അത് കുടിക്കാൻ എന്തില്ല, യതജറഉഹു, കുടിക്കാൻ അവർ ശ്രമം നടത്തും. ഈ ചലവും
രക്തവും ചേർന്ന ചുട്ട് തിളച്ച ഈ സാധനം, ഈ വെള്ളം, പാനീയം ഇടതുപക്ഷക്കാരായ ആളുകൾ കുടിക്കാനൊരു ശ്രമം നടത്തും. പക്ഷേ വലായക്കാതു യൂസിഹു, അത് തൊണ്ടയിൽ നിന്ന് ഇറങ്ങൂല. ഇത് വെറുതെ കേൾക്കാൻ ഒരു കഥാപ്രസംഗം നടത്തുകയല്ല. തങ്ങളുടെ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടും വിധം, അഥവാ അസ്ഹാബുൽ ഷിമാൽ, ഇടതുപക്ഷത്തിൽ നിന്ന് മാറിയേ പറ്റൂ. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം കേൾക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇതവർ കുടിക്കുമ്പോൾ യഅ്തീഹിൽ മൗതു മിൻ കുല്ലി മക്കാൻ, അവൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും, എല്ലാ ഇടങ്ങളിൽ നിന്നും എന്തുണ്ടാവും? യഅ്തീഹിൽ മൗത്ത്, മരണം വന്നുകൊണ്ടിരിക്കും. മുമ്പ് മരിക്കുമുണ്ടായിരുന്ന അവസ്ഥ നരകത്തിൽ വീണ്ടും ആവർത്തിക്കും. പക്ഷേ അള്ളാഹു പറയുന്നു വമാ ഹുവ ബിമയ്യിത്ത്, മരിക്കുകയില്ല. ഇപ്പോൾ ഇടതുപക്ഷക്കാർ മരിക്കാൻ പോകുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ അള്ളാഹു മരിപ്പിക്കൂല. കാരണം മരിച്ചാൽ പിന്നെ അവസാനിച്ചു പോകൂലേ. അള്ളാഹു പറയുന്നു ഒമിൻ വറായിഹി അദാബുൻ ഖലീൽ, ഇതൊക്കെ കഴിഞ്ഞ ശേഷം അള്ളാഹു പറയുന്നു അതിന് ശേഷം പിന്നാലെ വരുന്നു അദാബുൻ ഖലീൽ, പരുപരുത്ത ശിക്ഷ ഇനിയും. ഇനി എന്ത് ശിക്ഷയാണായിരിക്കും കിട്ടേണ്ടത്? അപ്പോൾ അതുകൊണ്ട് അസ്ഹാബു ഷിമാലായ ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സൂറത്തുൽ വാഖിയയിൽ വിശദീകരിച്ചത് വീണ്ടും ഞാൻ എന്ത് പറഞ്ഞപ്പോൾ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ലാ ബാരിദിയും വലാ കരീം, ഒരു തണുപ്പുണ്ടാകുന്ന ഇടതുപക്ഷക്കാരായ ആളുകൾക്കൊരു തണുപ്പ് ലഭിക്കാവുന്ന ഒന്നും അവിടെ നിന്ന് കിട്ടുകയില്ല. വലാ കരീം, മാന്യതയുള്ള ഒന്നും ആ ഇടതുപക്ഷക്കാർക്ക് നരകത്തിൽ ലഭ്യമാകുന്നതല്ല. ഇതൊക്കെ ആലോചിച്ച് വളരെ ശ്രദ്ധാപൂർവം ജീവിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ലില്ലിൻ മിൻ യഹ്മൂം, ഇരുണ്ട പുകയുടെ ഒരു തണൽ അള്ളാഹുവിടെ കൊടുക്കും. പുകയാണ്. പുകയുണ്ടാകുമ്പോൾ ശ്വസിക്കാൻ കഴിയില്ല, നമുക്ക് ഓക്സിജൻ എടുക്കാൻ കഴിയില്ല. എത്രമാത്രം ഇത്രമാത്രം അള്ളാഹു പറഞ്ഞ, അള്ളാഹു ഗഫൂറാണെന്ന് പറഞ്ഞ അതേ അള്ളാഹു തന്നെ പറയുന്നുണ്ട് ഷദീദുൽ ഇഖാബാണ്. ശിക്ഷിക്കാൻ തുടങ്ങിയാൽ കഠിനമായ ശിക്ഷയാണ് റബ്ബ് കൊടുക്കുക. അതങ്ങനെ ഇങ്ങനെയും കൊടുത്തിട്ട് തൽക്കാലം രക്ഷപ്പെടുത്തുമെന്ന് വിചാരിക്കേണ്ട. അതിനു മുമ്പ്, പിരിയുന്നതിന് മുമ്പ് ആലോചിക്കണം. വളരെ ശ്രദ്ധാപൂർവം ജീവിക്കണം. ഇവിടുത്തെ ജീവിതം കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. കാരണം ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എന്ത് നേടിയാലും അതിൽ സംതൃപ്തരായി നിങ്ങൾ ജീവിക്കരുത്. എൻ്റെ ജീവിതം ആഖിറത്തിനുള്ളതാണ്. എൻ്റെ ജീവിതം ഞാൻ വലതുപക്ഷക്കാരനാകാൻ അധ്വാനിക്കണം. ഇടതുപക്ഷക്കാരന് വേണ്ടി അധ്വാനിച്ചാൽ എൻ്റെ അവസ്ഥ എത്ര പെട്ടെന്നാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നതെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. നമ്മളൊക്കെ ഇപ്പോൾ ഏത് സമയത്തും യാത്രക്കൊരുങ്ങി നിൽക്കുന്നവരാണ്. അതിന് പ്രായ വ്യത്യാസവുമില്ല, അല്ലേ? എത്രയോ മക്കൾ യാത്രയായി ബാപ്പയെ നിർത്തി, അല്ലേ? എത്രയോ വല്യപ്പന്മാർ ഇവിടെ ഉണ്ടായിട്ടും പേരമക്കളെ യാത്രയാക്കിയവരുണ്ട്, ഇല്ലേ? അപ്പം ടൈം ഇതിന് കണക്കല്ല. വളരെ ശ്രദ്ധാപൂർവം ജീവിക്കുക. നമ്മൾ പ്രത്യേകിച്ച്, നമ്മൾ മുജാഹിദുകളാണ്. നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമര രംഗത്ത് രണാങ്കണത്തിലിറങ്ങിയ ഇതിൻ്റെ കർമ്മോത്സുകരായ ഭടന്മാരാണ്. അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും ഞാൻ വലതുപക്ഷക്കാരനാവുന്നുണ്ടോ ഇടതുപക്ഷക്കാരനാവുന്നുണ്ടോ എന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓരോ കാര്യങ്ങളും. എന്നിട്ട് അള്ളാഹു പറഞ്ഞതിന് കാരണം കേട്ടങ്ങൾ, ഈ ഇടതുപക്ഷക്കാരനായ ആളുകൾക്ക് ഇത്രയും വലിയ ശിക്ഷ അള്ളാഹു കൊടുക്കുന്നതിന് കാരണം ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, അവർ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ മുത്തറഫുകളായിരുന്നു. മുത്തറഫ് എന്ന് പറഞ്ഞാൽ സുഖലോലുപത മാത്രം കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. അതിൽ നമ്മൾ പെടുമോ? സുഖലോലുപത മാത്രം, ജീവിതത്തിന് ഒരു പ്രയാസവും ഒരു നേരവും അനുഭവിക്കാനോ ചിന്തിക്കുവാനോ തയ്യാറില്ലാത്തൊരു സമൂഹമാണ് ഇന്നിവിടെ ജീവിക്കുന്നത്, ആണായാലും പെണ്ണായാലും. ഇപ്പം നിങ്ങളെ കൂടെ ജീവിക്കുന്ന നിങ്ങളെ ഭാര്യമാർക്ക് വേണ്ട വെറും സുഖം മാത്രമാണ്. ആ സുഖം ഏത് സമയത്ത് തെറ്റുന്നുവോ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാതിരിക്കുന്നു, അപ്പം പഴിച്ച് സംസാരം തുടങ്ങും. അല്ലെങ്കിൽ അവർ സങ്കടപ്പെടും. കാരണം അവർ ഇവിടുത്തെ ദുനിയാവിൻ്റെ ക്ഷണികമായ ഈ ജീവിതത്തെ മാത്രം അവർ കാണുന്നത്. അവർ ഈ ദുനിയാവിൽ ഒരു നിലക്കും അള്ളാഹുവിൻ്റെ ഒരു നിലക്കുള്ള നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എപ്പോൾ ഒരു പ്രയാസം വരുന്നോ അപ്പോഴേക്കും അവർ സങ്കടത്തിലേക്ക് പോകും. കാരണം അവരുടെ അധ്വാനം മുഴുവനും ഇവിടുത്തെ സന്തോഷത്തിന് വേണ്ടിയാണ്, പോരാ. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇടതുപക്ഷക്കാരാകാൻ കാരണം ദുനിയാവിലെ സുഖമായിരുന്നു അവർ കണ്ടത്. ജീവിതത്തിൽ സദാസമയവും സുഖിക്കുക എന്ന ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു അവർ ജീവിച്ചത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചത്. ഞാൻ ആ ഭാഗങ്ങൾ മുഴുവനും ഒന്നിച്ച് പറയാനും സമയം എനിക്ക് അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് മെനക്കെടുന്നില്ല. കാരണം അള്ളാഹു ഈ ഇടതുപക്ഷക്കാരെ
ഈ ശിക്ഷയ്ക്ക് മുമ്പായിട്ട് അള്ളാഹു നരകത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. അള്ളാഹു പറയുന്നു, യൗമ യുറദുല്ലദീന കഫറു അലന്നാർ. പടച്ച തമ്പുരാൻ്റെ ഈ വിചാരണയെയും ഈ ജീവിതത്തെയും ഈ നരകത്തിലെ ശിക്ഷയെയും ഈ ഇടതുപക്ഷത്തെയും ഒന്നും ചിന്തിക്കാതെ ഈ ദുനിയാവിൽ ജീവിച്ച് അവരെ അള്ളാഹു മരിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് അള്ളാഹു പ്രദർശിപ്പിച്ചു കൊണ്ടുവരും, നരകത്തിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തും. നിർത്തിയതിന് ശേഷം അള്ളാഹു പറയുന്നു, അദ്ഹബ്തും തയ്യിബാത്തിക്കും അദ്ദുനിയാ. നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാവുന്ന അത്രയും സുഖങ്ങൾ ദുനിയാവിൽ സുഖിച്ചു കഴിഞ്ഞു, അനുഭവിച്ചു കഴിഞ്ഞു. വസ്തംതഅ്തും ബിഹാ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി സുഖിച്ചു. ദുനിയാവിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ഭൗതിക സൗകര്യങ്ങളും വെച്ച് പരമാവധി നിങ്ങൾ സുഖിച്ചു. അതുകൊണ്ട് ഫൽയൗമ തുജ്സൗന അദാബൽ ഹൂൻ. ഇന്നിതാ നിങ്ങൾക്ക് നിന്ദ്യവും നികൃഷ്ടവുമായ ശിക്ഷ ഇന്ന് അല്ലാഹു തരാൻ പോവുകയാണ്. അനുഭവിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ദുനിയാവിലെ സൗഭാഗ്യങ്ങൾ എമ്പാടും അനുഭവിക്കുമ്പോൾ ഒരു നേരമെങ്കിലും ചിന്തിക്കണം, ഇത് പടച്ച തമ്പുരാൻ എന്നെ എൻ്റെ ജീവിതത്തിൽ ഇവിടം മാത്രം തന്ന് നിർത്താനുള്ള പരിപാടിയാണോ? വല്ലാതെ സുഖിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യം അതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇവിടെ എന്ത് സുഖമുള്ളത് ഉണ്ടോ? ഇവിടെ എന്ത് സുഖമുള്ളത്? ഇത്ര പണമുള്ളവനും സുഖമല്ല, മാനസിക സംഘർഷാവസ്ഥയില, ടെൻഷനാണെന്നും ഒന്നല്ലെങ്കിൽ ഒന്ന്. അതില്ലാത്ത ആളാരുള്ളത്? ആരുമില്ല. പണവും ശക്തിയും എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനമില്ല. അതൊരിക്കലും അള്ളാഹു ഇവിടെ വെച്ചിട്ടില്ല. അള്ളാഹു മരിക്കുന്ന ലോകത്തേക്ക് അത് വെച്ചത്. അതുകൊണ്ടാണ് അല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിൻ്റെ ഭവനത്തിലേക്കുള്ള ക്ഷണം മരണത്തോടു കൂടിയാണ്. ഇവിടെ സങ്കീർണമായ പ്രശ്നങ്ങളുടെ മുമ്പിലാണ് നമ്മൾ ഉള്ളത്. ആരായിരുന്നാലും ആരാ അവിടുത്തെ സങ്കീർണമായ പ്രശ്നങ്ങളില്ലാത്ത ആരെയുണ്ടോ? ഞാൻ ആരും കണ്ടില്ല. നിത്യവും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അള്ളാഹു ഒരു സമാധാന ഭവനത്തിലേക്ക് വിളിക്കുമ്പോൾ അവർ ആ സമാധാന ഭവനത്തിലേക്ക് പോകണമെങ്കിൽ അവർക്ക് ഈ ദുനിയാവിലുണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷൻ എന്താ? കഴിവിൻ്റെ പരമാവധി ഈ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ എടുത്ത് സുഖിക്കാനല്ല ശ്രമിക്കേണ്ടത്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വലതുപക്ഷക്കാരനാകാനുള്ള ഒരു അധ്വാനവും കൂടി ഈ കൂട്ടത്തിൽ നടക്കട്ടെ. ബാക്കിയുള്ളതെല്ലാം ഒന്നുമില്ലാണ്ട് അവിടെ ഇട്ടെറിഞ്ഞു പോകും അല്ലേ? എത്ര ആളുകൾ മണിമേടകൾക്ക് മീതെ മണിമേടകൾ കെട്ടിയുയർത്തി മനോഹരമായ സന്തോഷപ്രദമായ അട്ടഹാസങ്ങളും ചിരികളുമൊക്കെയായി കഴിഞ്ഞിരുന്ന ആളുകൾ മയ്യത്തതാ കൊണ്ടുപോയാൽ ആരെങ്കിലും ഉണ്ടാവോ? അസ്ഹാബുൽ മഷ്അമയാകുമ്പോൾ, അസ്ഹാബുൽ ഷിമാലാകുമ്പോൾ, ഇടതുപക്ഷമാകുമ്പോൾ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടാവോ? ആരുണ്ടാവില്ല. ആ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇവർ ഈ ദുനിയാവിൽ ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അലീം. ഗുരുതരമായ പാപം മരിക്കുന്നത് വരെ അതിൽ അടിയുറച്ച് നിൽക്കുക ചെയ്തത്. നേരെ മറിച്ച് വലതുപക്ഷക്കാരൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരില്ല എന്ന് റസൂലുള്ളാഹിയോ വിശുദ്ധ ഖുർആനോ പറഞ്ഞിട്ടില്ല. വഇദാ ഫഅലു ഫാഹിഷത്തൻ, ഒരു നികൃഷ്ടമായ പ്രവർത്തനം വന്നാൽ തന്നെ, അവൻ്റെ ജീവിതത്തിൽ വന്നു പോയാൽ തന്നെ അപ്പം തന്നെ ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് പൊറുക്കലിനെ തേടും, വദഖറുല്ലാഹ്, അള്ളാഹിനെ ഓർക്കും, എന്നിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങും. മനുഷ്യന്മാരില്ലേ നമ്മളൊക്കെ? തെറ്റുകളും പോരായ്മകളൊക്കെ മനുഷ്യ സഹജ വന്നേക്കാം, അതിൽ ഉറച്ചു നിൽക്കാൻ പാടില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇനി ഇടതുപക്ഷക്കാർക്ക് നേരത്തെ കുടിക്കാനൊരു സൽക്കാരം അല്ലാഹു ഒരുക്കി. എന്താണെന്ന് നമ്മൾ കണ്ടു, ചലമാണത്. ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ കരയുന്നുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെ പറഞ്ഞു, യസ്തരിഖൂൻ, ആർത്തട്ടഹസിച്ച് കരയും. കണ്ണിൽ നിന്ന് ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തതുപോലെ കണ്ണിൽ നിന്ന് കണ്ണുനീരിന് പകരം രക്തമാണത്രേ വരിക. അപ്പോഴാണ് മനസ്സിലാവുക, കണ്ണുനീരിന് പകരം രക്തം വരും. റസൂലുള്ള പറഞ്ഞു, ഒരു കപ്പലോട്ടാൻ എത്ര രക്തം വേണമോ അത്രമാത്രം രക്തം കണ്ണിൽ നിന്ന് വരുകും ഒരു പാപിയുടെ. ഈ ജീവിതം അനുഭവിച്ച് സുഖിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഓർക്കുക, എനിക്കൊരു ലക്ഷ്യമുണ്ട്, ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ ഈ ഭൂലോകത്തുള്ള ജീവിതം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ പറ്റില്ല, ഞാൻ ബോധത്തോടു കൂടി ജീവിക്കണം. അതിനെൻ്റെ കയ്യിൽ തൗഹീദ് വേണം, അതിനെൻ്റെ കയ്യിൽ സുന്നത്ത് വേണം, അതിനെൻ്റെ കയ്യിൽ ബിദ്അത്തുണ്ടാവരുത്, അതിനെൻ്റെ കയ്യിൽ ശിർക്കുണ്ടാവരുത്. എല്ലാം വേണം നോക്കുക. ഏത് കാര്യം നോക്കുകയാണെങ്കിലും. ഇപ്പം നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ജീവിക്കണമെന്ന് ജനങ്ങളോട് പറഞ്ഞ കാരണം എന്താ? നമ്മൾ എങ്ങനെയെങ്കിലും ജനങ്ങളെ വലതുപക്ഷത്തേക്ക് കൊണ്ടുവരാനാ, മുജാഹിദ് പക്ഷത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയല്ലേ നമ്മൾ.
നിങ്ങൾ അങ്ങനെ തിരിച്ചിരിക്കണ്ട. നമ്മളൊക്കെ ശ്രമിക്കുന്നത് മുജാഹിദുകൾ എന്ന് പറയുന്നത് ഫളലല്ലാഹുൽ മുജാഹിദീൻ, അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാണ്. മുജാഹിദുകൾക്ക് അള്ളാഹു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? അവർ കായിദുകളല്ല, അവർ വെറുതെ ഇരിക്കുന്നവരല്ല, മരണം വരെ അള്ളാഹുവിൻ്റെ രണാങ്കണത്തിലെ പോരാളികളാണവർ. അതുകൊണ്ടാണ് മുജാഹിദ് പറഞ്ഞത്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് കച്ചറുണ്ടാക്കാൻ വേണ്ടി മുജാഹിദ് പറഞ്ഞതല്ല. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞ് നമ്മളുടെ ശരി സമർത്ഥിച്ച് അവരങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം, അല്ലേ? അത് നമ്മൾ ബുദ്ധിപരമായ ജിഹാദ് നടത്തും. പക്ഷെ അതിൽ നമുക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഈ മനുഷ്യന്മാരെ മുഴുവനും വലതുപക്ഷത്തേക്കാക്കി കൊണ്ടുവന്ന അള്ളാഹിൻ്റെ കഠോരമായ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ സ്വർഗത്തോപ്പിൽ അവർക്ക് ഇടം നൽകാൻ അവസരം കൊടുക്കണം. ആ അവസരത്തിന് വേണ്ടിയുള്ള അധ്വാനത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്, മറക്കരുത്. അതുകൊണ്ട് ലക്ഷ്യം മറക്കാതെ ശ്രദ്ധിക്കുക. കുടിക്കാൻ അതാണ് കിട്ടിയതെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് അള്ളാഹു ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. എന്താണെന്ന് കേട്ടു നോക്കൂ. ഖുർആൻ പറയുന്നു, ലആകിലൂന മിൻ ശജറത്തിൻ മിൻ സഖൂം. സഖൂം വൃക്ഷത്തിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള ഫ്രൂട്ട്സ് കൊടുക്കുന്നത്. നരകത്തിൽ ഫ്രൂട്ട്സ് ഉണ്ട്. കുടിക്കാനിപ്പോൾ നമ്മൾ സാധാരണ എവിടെയും കയറി ചെന്നാൽ നമുക്കെന്താ കിട്ടുക? കുടിക്കാനൊക്കെ സർബത്ത്, അല്ലേ, സാമ്പാരം, പല സ്ഥലത്തും പല രൂപത്തിലായിരിക്കും. ഇപ്പോൾ പ്രത്യേകിച്ച് നല്ല ചൂടൊക്കെ ഉള്ള സമയത്ത് കിട്ടാതായിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ കിട്ടിയാൽ എന്താ നിങ്ങൾക്ക് അറിയാലോ? എന്താണ്? ചലവും രക്തവും അത് തിളപ്പിച്ച് അതിൻ്റെ നീരാണ് കുടിക്കാൻ തരുന്നത്. ഈ സഖൂം വൃക്ഷമാണ് തിന്നാൻ കിട്ടുന്നത്. ഈ സഖൂം വൃക്ഷത്തിൻ്റെ ഫലം തിന്നണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ സഖൂം എന്ന വൃക്ഷത്തിൻ്റെ ആ ഫലം ഒരു തുള്ളി താഴെ വീണാൽ, ഭൂമിയിൽ വീണാൽ ഭൂലോകത്താർക്കും ഭക്ഷണം പിന്നെ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വൃക്ഷ ഫലം അത് തിന്നണം. അതിൻ്റെ ഒരു തുള്ളി വീണാൽ ഭൂലോകത്ത് എന്ത് ചെയ്യാൻ കഴിയില്ല, ഇനി ആർക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. അത്ര വലിയ ഹോളിഡോളാണ്. എന്നാൽ ആ ഭക്ഷണം കഴിക്കാൻ തരും പടച്ചവൻ. നമ്മളിപ്പോൾ സൈനൈഡ് കഴിക്കാൻ കഴിയുമല്ലോ? അയ്യോ ഇല്ല, അപ്പോഴേക്ക് മരിച്ചു പോകില്ലേ? പക്ഷെ ഇത് മരിക്കൂല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ലാ യമൂത്തു ഫിഹാ വലാ യഹ്യ. ഹയാത്തുമില്ല മൗത്തുമില്ല. എന്താ കാരണം? ശിക്ഷ അനുഭവിക്കണമെങ്കിൽ ഹയാത്ത് വേണ്ടേ? മൗത്തായ പിന്നെ കഴിഞ്ഞില്ലേ? അതല്ല ഇവിടെ ആൾക്കാരെ വിചാരം. മൗത്തായ എല്ലാം കഴിഞ്ഞ് എന്ന് വിചാരിക്കുന്നുണ്ട്, അല്ലേ? അതുകൊണ്ടാണ് ചിലർ ആത്മഹത്യ ചെയ്യുന്നത്. എല്ലാം കഴിഞ്ഞല്ലോ, ഞാൻ ഒരു പ്രശ്നത്തിൽ നിന്നും ഇനി ഒരു പ്രശ്നം അഭിമുഖീകരിക്കണ്ടല്ലോ. മൗത്തായാലാ കുടുങ്ങുക, അല്ലേ? ആത്മഹത്യ ചെയ്തവൻ്റെ സ്ഥിതി എന്താ? അവനാ ഫീനാരി ജഹന്നം, നരകത്തിലാണ്. ഖാലിദൻ മുഖല്ലദൻ, ശാശ്വതമാണ്, മാറ്റമില്ല. ഈ ശിക്ഷക്കാപ്പോൾ ഉണ്ട്. ഇപ്പം മയ്യത്ത് ഇങ്ങനെ കഫൻ ചെയ്ത് 3 തുണി പൊയിഞ്ഞ് ഒരു കഫൻ തുണിൻ്റെ അവിടെ പഞ്ഞിയൊക്കെ വെച്ച് അതിന് പുറമെ കുറച്ച് സെൻറ്റും അത്തറും ഒക്കെ പുരട്ടി വലിയ വലിയ ആൾക്കാർക്ക് നല്ല സ്പ്രേ ഒക്കെ അടിച്ച്, അല്ലേ? എന്നിട്ട് അവസാനത്തെ കുളിയൊക്കെ ആരൊക്കെ കുളിപ്പിച്ച്, മൂപ്പര് സ്വന്തം കുളിച്ചതല്ല, ഇതൊക്കെ കഴിഞ്ഞ് പോവുകയാണ്. ഇതുവരെ കളിച്ച കളി എന്തായിരുന്നു? അതിൻ്റെ കണക്ക് തീർക്കാൻ പോവുക. അപ്പം കരിനോല ഇവിടെ നിൽക്കണോല കാര്യമുണ്ട്. എന്തിന്? ഇയാൾ പോയതിനല്ല കാര്യമുണ്ട്, ഇവിടെ നിർത്തിയതിന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് റസൂലുള്ളാഹിൻ്റെ മയ്യത്ത് മറമാടിയിട്ട് ഹസ്സാൻ ബിൻ സാബിത്ത് എന്ന് പറയുന്നൊരു കവി ഉണ്ടായിരുന്നു റസൂലുള്ളാഹിക്ക്. അറിയാലോ? നബിൻ്റെ കവി സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവി ആരായിരുന്നു? ആർക്കും അറിയാം, ഹസ്സാൻ ബിൻ സാബിത്താണ്. ഈ ഹസ്സാൻ ബിൻ സാബിത്ത് റസൂലുള്ളാഹിൻ്റെ മയ്യത്ത് കൊണ്ട് തിങ്കളാഴ്ച മറാടി. തിങ്കളാഴ്ച മരിച്ചു, ബുധനാഴ്ച മറാടി. എന്നിട്ട് മറമാടിയതിന് ശേഷം അദ്ദേഹം കാബത്തിൻ്റെ കില്ലത്തിൽ വന്നിട്ട്, അദ്ദേഹം കവിയാണല്ലോ, അപ്പം അദ്ദേഹം ഹൃദയം പൊട്ടിയൊരു കവിത പറയുകയാണ്. അഉഖീമു ബഅദക ഫിൽ മദീനതി ബൈനഹും യാ ലൈതനി സുബ്ബിഹ്തു സുമ്മൽ അസ്വദി. എന്താ പറഞ്ഞത്? അഉഖീമു ബഅദക, അല്ലാഹുവിൻ്റെ പ്രവാചകരെ അങ്ങ് പോയി, ഇനി മദീനയിൽ ഞാൻ നിൽക്കുകയോ കഴിയില്ല പ്രവാചകരെ. എനിക്ക് അങ്ങില്ലാത്തൊരു മദീന സങ്കല്പിക്കാൻ കഴിയില്ല. യാ ലൈതനി സുബ്ബിഹ്തു സുമ്മൽ അസ്വദി, നേരം വെളുക്കുമ്പോൾ കരിമൂർക്കൻ്റെ വിഷമെടുത്ത് അകത്താക്കി ആത്മഹത്യ ചെയ്യാൻ എനിക്ക് കൊതിയുണ്ട്. പക്ഷേ നരകം, അങ്ങയില്ലാത്തൊരു ലോകത്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തി ആത്മഹത്യക്ക് പോലും ആഗ്രഹിച്ചു പോയി ഹസ്സാൻ ബിൻ സാബിത്ത്. എന്നിട്ട് പോലും അദ്ദേഹം പറഞ്ഞെന്താ? ആത്മഹത്യ കാരണം നരകം കിട്ടും. ചെന്നാൽ പഠിപ്പിച്ചത് ആ ഗുരുനാഥനാണ്, റസൂലുള്ളാഹിയാണ് പഠിപ്പിച്ചത്. സഖൂം വൃക്ഷത്തിൻ്റെ ഒരു തുള്ളി ഭൂമിയിലിറ്റിയാൽ പിന്നെ ഇവിടെ താമസിക്കാൻ കഴിയില്ല, അത് കുടിക്കാനല്ല തിന്നാൻ കിട്ടും. എന്നിട്ട് അല്ലാഹുവിൻ്റെ പ്രവാചകൻ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, സൂറത്ത് ദുഖാൻ എടുത്ത് വാക്യയിൽ ഇങ്ങനെ പറഞ്ഞെങ്കിൽ
ഒരു സംക്ഷിപ്ത രൂപം പറഞ്ഞിട്ട് സൂറത്ത് ദുഖാനിൽ അല്ലാഹ് പറയുന്നു, ഇന്ന ഷജറത്ത സഖൂമി തആമുൽ അസീം. ഇടതുപക്ഷക്കാരായി പാപികളായി മരിച്ചു പിരിയുന്ന ആളുകൾക്ക് പടച്ച തമ്പുരാൻ ഒരുക്കി വെച്ചിരിക്കുന്ന ഭക്ഷണമാണ് സഖൂം വൃക്ഷം. തആമുൽ അസീമാണ്, പാപികളുടെ ഭക്ഷണം. അതിൻ്റെ പ്രത്യേകത എന്താ? ആ ഫലം ഫ്രൂട്ട്സ് തിന്നാൽ അതൊരു ഫ്രൂട്ട്സാണ്. അത് ഉണ്ടായതോടുന്ന നിങ്ങൾ, അത് വല്ലാത്ത രസ. അത് ഉണ്ടായത് ഖുർആൻ പറഞ്ഞത് നരകത്തിൻ്റെ അടിത്തട്ടുന്ന ഫി അസ്ലിൽ ജഹീം. നരകത്തിൻ്റെ ചൂട് അറിയാലോ. അതിൽ തന്നെ ഒരു മരം മുളക്കണേ, ആ മരത്തിൻ്റെ പവർ അത്രേ. ആ മരത്തിമുണ്ടായ കായ് അത് കേട്ടാ. ഇപ്പം ഇവിടുന്ന് തന്നെ അറിഞ്ഞിട്ട് പോകാലോ. പോകുമ്പോൾ തന്നെ മരിക്കുന്നതിന് മുമ്പ് അവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടല്ലേ, നല്ല ഫ്രൂട്ട്സാണ് കിട്ടുക. എന്ത് അല്ല, മൂപ്പരിപ്പോൾ ഇവിടെ തരുത്ത് കുത്തിരിക്കുക. കുറേ കാലം ഇന്ത്യക്ക് വേണ്ടി ജിഹാദ് ചെയ്ത ആളാണ്. ഇപ്പോൾ തൗഹീദിന് വേണ്ടി ജിഹാദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് ജിഹാദാണ്? മുന്തിയ ജിഹാദ് രണ്ടും ഒരുപോലെ തന്നെ. നാടിന് വേണ്ടി ജിഹാദ് ചെയ്യലും, നാടിന് വേണ്ടി മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ അത്രയും പ്രത്യേകത ഉണ്ട്. സ്വദേശത്തിന് വേണ്ടി അധ്വാനിക്കുന്നതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിര് പറഞ്ഞിട്ടില്ല. ധൈര്യമായിട്ട് തിന്നോളി. അല്ല, മൂപ്പർക്ക് ഇപ്പോൾ ബേജാറാലോടിക്കേ. അപ്പം നിങ്ങളെ ഹാൽ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ബലഹാലിൻ്റെ അപ്പോൾ എന്തായിരുന്നാലും തആമുൽ അസീം അവിടെ ഉണ്ട്. അവിടെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭക്ഷണപാനീയം, ഒരു ഫ്രൂട്ട്സ് ഐറ്റംസ് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ ഒരൊറ്റ പഴത്തിൽ നിന്നൊരു കഷ്ണം ഒരു ഇടതുപക്ഷക്കാരൻ അതേ കിട്ടുള്ളൂ. അത് കിട്ടുമ്പോഴേക്കും കൽ മുഹിൽ, അത് വായൽ കിട്ടാൽ ഇരുമ്പ് ഉരുക്കിയിട്ട് വായൽ കൊഴിച്ചായിരിക്കുക. ഇടതുപക്ഷത്തിനാവണോ വലതുപക്ഷത്തിൻ്റെ കാസറ്റ് ഒന്ന് കേട്ടാണ്ട് ഇതിൻ്റെ ശേഷം മുമ്പ് കേട്ടോ, എന്നിട്ട് ഇത് കേട്ടാൽ മേലെ ചിലപ്പോൾ ഭ്രാന്താവും. ഈ ഉരുകി ഒലിക്കുന്ന ദ്രവരൂപത്തിലേക്കാക്കി മാറ്റുക. ആ പഴം കിട്ട് പറിച്ച് വായലിടുമ്പോഴേക്കും ഉരുകിയ ഈ ഇരുമ്പുരുകിയിട്ടുണ്ടാകുന്ന അയിരുണ്ടല്ലോ, അതങ്ങോട്ട് ഇറങ്ങിയ വായൽക്ക്. അപ്പോഴോ തീർന്നില്ല, യഗ്ലീഫിൽ ബുത്തൂൻ, അത് വയറുകളിൽ തിളച്ച് മറയാൻ തുടങ്ങും. ഇതിൻ്റെ അകത്ത് ഇപ്പൊക്കെ വയൽ കേൾക്കുമ്പോൾ കേൾക്കാം, അനുഭവിക്കുമ്പോൾ ഇത് ആരും ഉണ്ടാവില്ല കേട്ടോ, പറഞ്ഞവനുണ്ടാവില്ല. അപ്പോൾ വയറിൻ്റെ അകത്ത് ഇത് തിളക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളോട് വെറുതെ ഇങ്ങനെ പേടിപ്പിക്കാൻ പറഞ്ഞൊന്നല്ല. വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു തആല ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ ഖുർആൻ്റെ വശങ്ങളിലൂടെ തന്നെ പരിശോധിച്ചാൽ കാണാൻ കഴിയും. ഞാനിത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് എഴുതി കൊണ്ടുവന്നാണ്. ഷജറത്തു സഖൂം എന്ന് പറഞ്ഞാൽ സൂറത്ത് സാഫാത്തിൽ വിശദീകരിച്ച് ഇങ്ങനെയാണ്, ഇന്നഹാ ഷജറത്തുൻ, അതൊരു വൃക്ഷമാണ്. സഖൂം തഖ്റുജു, ആ വൃക്ഷം പുറപ്പെടുന്നത് ഫി അസ്ലിൽ ജഹീം, നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്നാണ്. തൽഉഹ, അതിൻ്റെ പഴവർഗ്ഗങ്ങളുടെ ഫ്രൂട്ട്സ് ഐറ്റംസിൻ്റെ കൊലകൾ, ഇത് കൊലായിട്ട് നിൽക്കുക. കാരണം കുറേ ആൾക്ക് കൊടുക്കേണ്ടതല്ലേ. എന്താ കാരണം അറിയോ? 1000 ആൾ മരിച്ചു പിരിഞ്ഞാൽ ഒരാൾക്കേ സ്വർഗം കൊടുക്കേണ്ടുള്ളൂ, ബാക്കി 999 ആൾക്ക് നരക കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കൊല കുറച്ചധികം വേണം കേട്ടോ. അതുകൊണ്ട് ഖുർആനാ പറയുന്നത് തൽഉഹ, അതിൻ്റെ പഴക്കുല കഅന്നഹു റൂഉസു ശൈത്താൻ, ചെകുത്താൻ്റെ തല പോലെ ഉണ്ടാവും. ഇനി ചെയ്ത്താൻ്റെ തലയിൽ തിരഞ്ഞെടുക്കണ്ട കേട്ടോ. അങ്ങനെയുണ്ട് കുറേ പണ്ഡിതന്മാർ. എന്തേലും പറഞ്ഞാൽ അപ്പോൾ ചെയ്ത്താൻ തല ഉണ്ടല്ലേ. ഇത് മുമ്പ് 2 ചെറുപ്പക്കാർ കുണ്ടന്മാർ ചെറുപ്പത്തിലെ ഒരു ബുദ്ധിയൊക്കെ ഉറക്കുന്നതിൻ്റെ മുമ്പ് ഉണ്ടല്ലോ, ഈ പഴയ കാലത്തൊക്കെ സിനിമക്ക് പോവും. 9:30 സിനിമക്കാണ് പോവുക. ലാലി മാഷേ 9:30 പോയിട്ട് 12:30 തിരിച്ചു വരിക. അപ്പോൾ ഒരു കാലില്ലാത്ത 2 കാലില്ലാത്തൊരു ചങ്ങായിക്കൊരു പൂതി ഒന്ന് സിനിമക്ക് പോകണം 9:30. അപ്പോൾ കാല് കൈ ഉള്ള ഒരു ഫ്രണ്ട് ഇവനെ എടുത്തിട്ട് സിനിമക്ക് പോയി. 12:30 ഇങ്ങനെ സിനിമയും വിട്ട് വരികയാണ്. അപ്പോൾ ഇടവൈക്ക് ഇങ്ങനെ വരിക, കൂരി ഇട്ടത്താണ് ഇവനെടുത്ത് വരുന്നത്. അപ്പം മുകളിലുള്ളവൻ പറഞ്ഞു, ഇട ഒരു ബീഡി കത്തിക്കടാന്ന്. അങ്ങനെ ഒരു ബീഡി ഓന് കത്തിച്ച്, ഒരു ബീഡി ഇവനും കത്തിച്ച്, 2 തലയുള്ള ഒരു സാധനങ്ങൾ ഇടയിൽ കൂടെ വരുന്നത്. അപ്പോൾ ഒരുത്ത ബാപ്പ ഭരിച്ച കഥ പറയാൻ വേണ്ടിയിട്ട് ആരോ രാത്രി ഒരാൾക്ക് പറഞ്ഞയച്ച്. ഇവൻ ഇങ്ങോട്ട് വരുമ്പോട്ട് 2 തല തീയും കത്തുണ്ട്, ഒരൊറ്റ പാച്ചില. ഓൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഷെയ്ത്താനെ കണ്ടു, കുറേ കയ്യും കാലുണ്ട്. ഇവൻ്റെ കയ്യുണ്ട്, ഇവൻ്റെ കാലും ഉണ്ട്, ഇവൻ്റെ കയ്യുണ്ട്, 6 ഇവിടത്തന്നെ കാണുന്നുണ്ട്, തല ഏതായാലും കാണുന്നുണ്ട്, തീ ഉറപ്പായി കണ്ടിട്ടുണ്ട്.
ഒരൊറ്റ പാച്ചിൽ. ഇതുപോലെ ഇത് കേട്ടിട്ട് ശൈത്താന് അത് നരകത്തിലെ ഒരു ഫ്രൂട്ട്സിൻ്റെ കൊലയുടെ രൂപം പറയാൻ അള്ളാഹു ഉപയോഗിച്ച വാക്കാണ്. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഇനി കൂടണ്ട, അത് ശൈത്താൻ്റെ തല പോലെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. എന്നിട്ടോ ഫഇന്നഹും ലആകിലൂന മിൻഹാ, അതല്ലാഹു അവരെ കൊണ്ട് അവിടുന്ന് ഭക്ഷിപ്പിക്കും. ഫമാലിഊന മിൻഹൽ ബുതൂൻ, അതുകൊണ്ട് അല്ലാഹു വയറ് നിറക്കും. വയറ് നിറക്കുമ്പോൾ ഉരുകിയ ലോഹം അകത്ത് നിന്ന് തിളക്കാൻ തുടങ്ങും. ഇതൊന്നും ശിക്ഷയിലേക്ക് കടന്നില്ല കേട്ടോ, ഇതൊക്കെ ഇതിൻ്റെ മുന്നോടിയാണ്. മരിക്കേണ്ട മുമ്പ് ആലോചിച്ചോളി എന്നെങ്ങട്ടാ പോകേണ്ടിയെന്ന്. വലതുപക്ഷം ആവണോ ഇതൊക്കെ ഇപ്പോൾ അള്ളാഹു നാളെ ചോദിക്കല്ല. നിങ്ങൾ അവിടെ ചൊവ്വാഴ്ച ക്ലാസ് നടത്തിയില്ലേ? ഞാൻ നടത്തിയ നിങ്ങളല്ലേ എന്നോട്? അതെ, നടത്തിപ്പിക്കാനുള്ള ആൾ ബീരാഗോയും. പിന്നെ നിങ്ങളൊക്കെ ഇതൊക്കെ കേട്ട് കുത്തിർന്നില്ലേ? അപ്പോൾ ഒക്കെ അറിയായിരുന്നു ഇവിടെ കായ് ഉള്ള വിവരം. ഏത് കായ്? ഉന്നക്കായ് അല്ല കേട്ടോ, ജക്കൂം കായ്. ജക്കൂം കായ് ഇവിടെ ഉള്ള വിവരമൊക്കെ അറിയാണ്ട് വന്നോന്നല്ല, പിന്നെ അഹങ്കാരം ഏറ്റ് നടന്നു തന്നെ. കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, കിട്ടിയില്ലേ വേണ്ടാണല്ലോ അല്ലേ? അപ്പോൾ അള്ളാഹു സൃഷ്ടിക്കണ്ടേ? വേണം. അള്ളാഹു നിങ്ങൾ ആലോചിച്ച് നോക്കി, പടച്ച തമ്പുരാൻ നമ്മളോട് കൃപ ഉള്ളതോടല്ലേ നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തിരിക്കുന്നു. അള്ള പൊരുത്തപ്പെടാത്ത വെറുക്കുന്ന അല്ലേ? ആരും അറിഞ്ഞാൽ നമ്മൾ അറക്കുന്ന വെറുക്കുന്ന എന്തെല്ലാം തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടൊന്നും അള്ളാഹു നമ്മളെ ശിക്ഷിച്ചില്ല. അവിടെയൊക്കെ മാപ്പ് തരാ, ഇതിനിടയിൽ നീ തിരുത്തിയാൽ മതി എന്നാണ് പറഞ്ഞല്ലേ? ഇനി അതിലും വലിയൊരു അനുഗ്രഹദാതാവ് നമുക്ക് കാണാൻ കഴിയുമോ? ഒരു വാപ്പക്ക് കൊടുക്കാൻ കഴിയുമോ ഈ കാരുണ്യം? കഴിയില്ല. നമ്മളൊന്നും കാരുണ്യം ഉള്ളവരല്ല. കാരണം റഹ്മാൻ റഹീമും അല്ലേ, മനുഷ്യന്മാരല്ല കേട്ടോ. അതുകൊണ്ട് പടച്ചതമ്പുരാനൊക്കെ തരും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്താ? ഇന്നൽ മുജ്രിമീന ഫി അദാബി ജഹന്നം. കേട്ടോ, ഇനി ഇവർക്ക് വേറെ ശിക്ഷ ഉണ്ട്. അവർക്കെന്താ? അവർ ആ മുജ്രിമീങ്ങൾക്ക് നരകശിക്ഷ ലഭിക്കും. ഖാലിദൂൻ, അവർ ശാശ്വതമായി അനുഭവിക്കുക. അത് നിൽക്കൊന്നുമില്ല കേട്ടോ, ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും കേട്ടോ. ലാ യുഫത്തറു അൻഹും, ഒരു ലഘൂകരണവും ശിക്ഷയ്ക്ക് വരൂല. ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മളൊക്കെ കുട്ടികളൊക്കെ ശിക്ഷിച്ച് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാവാണ് അല്ലേ, ഇനി മതി. ചില മുമ്പൊക്കെ ബാപ്പാരടിക്കുമ്പോൾ അമ്മമാർ പുതപ്പൊക്കെ എടുത്തിടും. അപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടുമെങ്കിലും ലഘൂകരണം വരും വാപ്പക്ക് അല്ലേ? മുമ്പ് കിട്ടിയതിനോണ്ട് അടിക്കണേ വാപ്പ ഉണ്ടായില്ലോ, ഓർമ്മ ഉണ്ടാവും അല്ലേ? എന്താ കിട്ടിയ കൈ കിട്ടിയ എടുത്ത് അടിക്കണേ വാപ്പാരുണ്ടായിരുന്നു. അവർ കുറ്റപ്പെടുത്തിക്കൂടാ, കാരണം അവർ നിങ്ങളെങ്ങനെയും നന്നാണെന്നുള്ള അവർ ആഗ്രഹിച്ചത്. പക്ഷേ എങ്ങനെ അടിച്ചാലും എങ്ങനെ ഇതാക്കിയാലും ബോൺ ക്രിമിനലായിട്ടുള്ള ആളുകൾക്ക് നന്നാൻ കഴിയില്ല ഇല്ലേ? അപ്പോൾ ബാപ്പാനെ കുറ്റം പറയും. ബാപ്പാനെ എപ്പോഴാണ് കുറ്റം നിർത്തുങ്ങൾ അറിയോ? എപ്പോഴാ? ഇപ്പം നിങ്ങൾ ഉമ്മാനല്ലോ നല്ല ഉമ്മാനെ പറഞ്ഞ ടൈമുണ്ട്. അതെപ്പോഴാ? ഒരു ഫ്രണ്ട്സൊക്കെ ആവുന്നതിൻ്റെ മുമ്പ് അല്ലേ? ഉമ്മാന്ന് പറഞ്ഞ് നടക്കല അല്ലേ? ഫ്രണ്ട്സൊക്കെ ആയി കഴിഞ്ഞാലോ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഫ്രണ്ട്സായി, പിന്നെ ഉമ്മാക്ക് വിവരില്ല. പിന്നെ സ്കൂൾ പഠിപ്പിച്ച ടീച്ചർക്ക് വിവരമുണ്ട് പറയും കുറച്ച് കാലം. അതായത് ഒരു 6ാം ക്ലാസ് ഒക്കെ 8ാം ക്ലാസ്സൊക്കെ 7ാം ക്ലാസ് 8ാം ക്ലാസ് ടീച്ചർക്കും വിവരമില്ല. പിന്നെ എൻ്റെ ഫ്രണ്ട്സിന് മാത്രമേ ആകെ വിവരം ഉണ്ടെങ്കിൽ ഉണ്ടുള്ളൂ, വേറെ ആർക്കും ഇല്ല. പിന്നെ കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനും ഒരു വിവരമില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ മൂപ്പർക്കിങ്ങനെ വിവരം മൂപ്പർക്ക് മാത്രമായി, അതാണ് ജബ്ബാറായി മാറുന്നത്. സൂക്ഷിക്കണം കേട്ടോ. അതുകൊണ്ട് അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല. വഹും ഫീഹി മുബ്ലിസൂൻ, നരകത്തിൽ കയറിയ ഇടതുപക്ഷക്കാർ ആശയറ്റവരാണ്. ആശിക്കാനൊരു വഴിയുമില്ല. ഒരു ദിവസമെങ്കിലും ഈ നരകശിക്ഷയിൽ രക്ഷപ്പെട്ടൊരു ദിവസം കിട്ടാൻ ആശയറ്റു പോവും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞ വാക്ക് കേട്ടങ്ങൾ, വമാ ലലംനാഹും, നാം അവരോടൊരക്രമവും പ്രവർത്തിച്ചിട്ടില്ല, ഒരനീതിയും നാം അവരോട് ചെയ്തിട്ടില്ല. ഇതൊക്കെ തന്നിട്ടെ എന്താ കാരണം? വലാകിൻ കാനൂഹുമുൽ ളാലിമൂൻ, പക്ഷേ അവരായിരുന്നു അക്രമം പ്രവർത്തിച്ചത്. നാം അവരോട് അക്രമം ചെയ്തിട്ടില്ല. ഇതൊക്കെ അവർക്ക് വരുന്നതല്ലേ? ഇപ്പോൾ ഒരു കുട്ടിയൊന്നല്ല നമ്മളാരും. ആണോ? ഈ ക്ലാസ്സിൽ ഒരു 95% 30 വയസ്സിൻ്റെ മേലുള്ളവരല്ലേ? 30 വയസ്സോട് കൂടിയിട്ട് അയാളുടെ ശിക്ഷയുടെ ആ ടൈം കഴിഞ്ഞില്ലേ, തുടങ്ങിയില്ലേ? അതിശക്തമായി ശിക്ഷിക്കുമ്പോഴാണ് വേറെ അറിയാം. അപ്പോൾ അതുകൊണ്ട് പടച്ചതമ്പുരാൻ തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശിക്ഷകളൊക്കെ നിർത്തിയിട്ട് അല്ലാഹു പിന്നെ പറഞ്ഞെന്താ അറിയോ? നരകത്തിൽ ഇതിങ്ങനെ കത്തി ഇങ്ങനെ റെഡിയായി നിൽക്കുക, നമ്മളെ വയറ്റിൽ നിന്ന് ഇങ്ങനെ വരികയാണ്. അപ്പോൾ അല്ലാഹു നമ്മളെ നരകത്തിലേക്ക് എടുത്തിട്ടതിന് ശേഷം അല്ലാഹു ഒരു ഓർഡർ കൊടുക്കും ഇടതുപക്ഷക്കാരെ കുറിച്ച്. ഈ ശിക്ഷ ഒന്നും കഴിഞ്ഞില്ല. ഖുദൂഹു, ആ വയറ്റിൽ ഈ സഖൂം വൃക്ഷം തിളക്കുന്ന ആ മനുഷ്യനെ പിടിക്കാൻ അല്ലാഹു ഓർഡർ കൊടുക്കും.
എന്നിട്ട് പറയും ഫഅ്തിലൂഹു, അവനെ നിങ്ങൾ വലിച്ചിഴക്കണം. ഇതിലൂടെ ഇലാ സവാഹിൽ ജഹീം, നരകത്തിൻ്റെ മധ്യത്തിലൂടെ കഴുത്തിന് ചങ്ങല വെച്ച് വലിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. തീർന്നില്ല. സുമ്മ സുബ്ബു ഫൗഖ റഅ്സിഹി മിൻ അദാബിൽ ഹമീം, ചുട്ടു തിളക്കുന്ന വെള്ളം അവൻ്റെ തലയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് അല്ലാഹു പറയും ദുഖ്, ആസ്വദിക്കടോ, എന്നോട് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദുനിയാവ് നിന്നൊക്കെ പറഞ്ഞു തരാൻ ആളെ ഏൽപ്പിച്ചിരുന്നു, അവർ വന്നിരുന്നു. സത്യത്തിൽ നിങ്ങളിവിടെ വരാണ്ടൊക്കെയല്ല കേട്ടോ. ഈ സലാം നേരത്തെ പറഞ്ഞ് നിങ്ങൾ അടുത്ത ആഴ്ച വരണ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വരണ്ടാന്നാ. കാരണം ഒന്നുമില്ലെങ്കിൽ അറിയില്ലെങ്കിൽ പഠിച്ചോലേ പറയാനും കൂടി ചാൻസ് ഇല്ലാണ്ടായി. അള്ളാൻ്റെ കോപം അള്ളാഹു തീർക്കുന്നുണ്ടെങ്കിൽ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കണോട് പറയാ ദുഖ് ഇന്നക അൻതൽ അസീസുൽ കരീം, ആസ്വദിക്കടോ, ആസ്വദിക്ക് നീ. കാരണം നീ ഇന്നക അൻതൽ അസീസ്, വലിയ പ്രതാപിയല്ലേനോ നാട്ടിൽ. അൽ കരീം, വലിയ ബഹുമാന്യനുമായിരുന്നില്ലേ, എല്ലാവരുടെ മുമ്പിലും പ്രതാപിയും മാന്യനുമായി നടന്നില്ലേ, അള്ളാഹിൻ്റെ നിയമങ്ങൾ ധിക്കരിച്ച് അല്ലേ. ഇപ്പം നമ്മളൊക്കെ അള്ളാഹിൻ്റെ നിയമം അനുസരിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ ആളുകൾക്ക് ദേഷ്യ. താടിയും വെച്ച് വെള്ളക്കുപ്പായും, നേരെ മറിച്ച് ഒരു ബർമൂഡ പോലത്തെ ട്രൗസറും ഒരു ടീഷർട്ടും ഇട്ടിൽ നടന്നു നോക്കിയാൽ നിലവാരമുണ്ടാവും. ഇവിടെ ഉണ്ടാവും, കാരണം ഇവിടുത്തെ അസീസ് ഓനാണ്. മനസ്സിലേ? നമ്മൾ നെരിയാണിൻ്റെ മേലെ കറക്റ്റായിട്ട് തുണിയും പാൻറ്റും ഒക്കെ ഇട്ടാൽ നമ്മളൊന്നും കൊള്ളരുതാത്തോരാ. ഓൻ ഐതിയും മേലുള്ള ട്രൗസർ ഇട്ടപ്പോഴോ അമേരിക്ക അമേരിക്ക മര്യാദ കിട്ടാ മൊയ്ലിയർ. മനസ്സിലേ? പരിധിക്കപ്പുറം പോയാൽ അമേരിക്ക. അപ്പോൾ ഏതായിരുന്നാലും ശ്രദ്ധിച്ച് ജീവിച്ചോളി, നല്ലതാണ്, അല്ലെങ്കിൽ കുടുങ്ങിപ്പോവും. ഇതിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് പറയാൻ ഇപ്പം കിട്ടിയ ചാൻസാണ്. അപ്പം ജബ്ബാറാവരുത് കേട്ടോ. ജബ്ബാറാവുകാരെന്താ? ഒരു അതീശാധികാരത്തുണ്ടാക്കുക, ഭയങ്കര അഹങ്കാരിയാവരുത് കേട്ടോ. നിങ്ങൾക്കല്ല തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാകുക, ഇടതുപക്ഷത്തേക്ക് പോകാണ്ടിരിക്കണമെങ്കിൽ. ഇപ്പം നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കല്യാണം നടത്തുകയാണെങ്കിൽ എന്താ നിങ്ങൾ പറഞ്ഞത്, എത്ര ഉറുപ്പ്യാണ് പൊങ്ങച്ചത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ? അങ്ങനല്ലേ? എത്ര രൂപയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വില കൂടിയ കത്ത, ഒരു കത്തിൻ്റെ വില 100-200 റുപ്യ വരും, ഒരു കത്തിൻ്റെ വില ഇല്ലേ? വില കൂടിയ പന്തലല്ലേ പൊങ്ങച്ചത്തിൻ്റെ പന്തലുകൾ, വമ്പൻ പന്തലുകൾ, പൊങ്ങച്ചത്തിൻ്റെ ഭക്ഷണം അല്ലേ? അല്ല സമ്മതിക്കോ? എന്തെല്ലാം തരം ഭക്ഷണങ്ങളാണ് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഒരുത്തർക്ക് ടൈയും കെട്ടി കൊടുത്തിട്ട് ഓനവിടെ നിർത്തിക്കാൻ, ഏത് ഈ ഞെണ്ടു പോലത്തെ സാധനം കൊണ്ട് ഓൻ പിടിക്കും ഈ സാധനങ്ങളൊക്കെ അല്ലേ? ഓൻ അതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണ് അറിയാം? മൂക്കിൽ ഇതൊക്കെ കൈയിട്ടിട്ട് തിരുമ്പിയിട്ട് അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അമ്മക്ക് എടുത്ത് തരുമ്പോൾ മൂപ്പരൊരു സാധനമൊക്കെ പിടിച്ച് അല്ലേ അല്ലേ ഓൻ മൂക്കിലൊക്കെ കൈയിട്ട് തിരുമ്പിയിട്ട് ഇവിടെ തേച്ചിട്ടാണ് ബാക്കി ഉണ്ടാക്കിയത്. മീൻ പൊരിച്ചതൊക്കെ അങ്ങനെ എല്ലായിടത്തും മാന്തി ചൊറിഞ്ഞ് ഉണ്ടാക്കിയതാണ്. പക്ഷെ നമ്മളെ മുമ്പിൽ ഓന് വന്നപ്പോൾ ഒരു ഇതൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി അല്ലേ? എന്നാൽ ഇതൊന്നുമില്ലാത്ത ആളുകൾ അല്ല വലതുപക്ഷക്കാർക്ക് അവിടെ ആക്കിയില്ലേ അല്ലേ? യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഅം മൻസൂറാ ഇദാ റഅയ്ത സമ്മ റഅയ്ത നഈമൻ വമുൽകൻ കബീറാ. അവിടെ അല്ലാഹു ചെറുപ്പത്തിൽ മരിച്ചുപോയ, അതിന് വർണ്ണവർഗ ജാതി വ്യത്യാസമൊന്നുമില്ല, കുട്ടിക്കാലത്ത് മരിച്ചുപോയി മഹാഭാഗ്യവാന്മാരായ മക്കൾ, അവരാണ് വിൽദാനും മുഖല്ലദൂൻ. സ്വർഗസ്ഥരായ വലതുപക്ഷക്കാർക്ക് സ്വർഗത്തിൽ സേവനം ചെയ്യാൻ എത്തിയവരാണവർ. അള്ളാഹു അവിടെ അവരെ കൊണ്ടുവരും സേവനം ചെയ്യാൻ. അവരെ കണ്ടാൽ ഇദാ റഅയ്തഹും ഹസിബ്തഹും ലുഉലുഅം മൻസൂറാ, ചിതറിക്കിടക്കുന്ന പവിഴമാണെന്ന് തോന്നിപ്പോയി. കുട്ടികൾ ഇങ്ങനെ പോകുന്നുണ്ട സ്വർഗത്തിൽ കൂടെ കേട്ടോ. മറ്റോടത്തുള്ള നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പോവുക. ഇപ്പോൾ ഏതായാലും നമുക്ക് ചെറുപ്പത്തിൽ മരിക്കാൻ കഴിഞ്ഞില്ല, ഞാൻ ചാൻസ് കിട്ടൂല. ചെറുപ്പത്തിൽ മരിച്ചിരുന്നെങ്കിൽ പിന്നെ ആ ചാൻസ് കിട്ടുമേ, ഞാൻ അത് പോയി. അപ്പം ഇനി നമ്മൾ എന്താ ഉണ്ടാക്കണം, വലതുപക്ഷം ഉണ്ടാക്കണം അല്ലേ? അധ്വാനിച്ചുണ്ടാക്കണം. അതിനുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക. നമ്മളുടെ ജീവിതത്തിൽ പൊങ്ങച്ചം വരുന്നുണ്ട്. അപ്പോൾ കല്യാണത്തിനൊക്കെ ഈ പുതുമണവാട്ടികൾക്ക് ഒരൊറ്റ നേരം എടുക്കാൻ വേണ്ടിയിട്ട് 25,000-50,000 റുപ്യ മുടക്കിയിട്ട് ഒരു സാരി എടുക്കുക വാങ്ങുക ഇല്ലേ? ഇവനെയൊക്കെ അള്ളാഹു നരകത്തിട്ടില്ലേ പിന്നെ ആരേട്ടണ്ട്? ഇതിൽ നിങ്ങൾ വാങ്ങിയോട്ട് നിൽക്കുക.
അപ്പോൾ ഇതൊക്കെ വാങ്ങിയവരൊക്കെ ഇതിലുണ്ടാവും. കാരണം ഇത് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ മുജാഹിദ് സെൻ്ററിൽ കയറണ, അല്ലാണ്ട് ആദ്യം അങ്ങനെ മൻപിത്ത് തന്നെ മുളച്ചേടം തന്നെ മുജാഹിദൊന്നല്ല. ഇല്ലേ? പിന്നെ അവിടുന്ന് കേട്ട് ഇവിടുന്ന് കേട്ട് അവിടെ സൗദിയിലൊക്കെ പോയി അവിടെ ചെന്ന് ഖുത്ബ ഇട്ട് അതായത് മൗലവിമാരത്തൊക്കെ ലോഹിയായി അങ്ങനെ അങ്ങോട്ട് അള്ളാഹ് ഹിദായത്ത് കൊടുത്തിട്ട് കയറി പോണ്ട. അതിൻ്റെ ഇടയിൽ ഈ ജാതി ബിക്കിർസൊക്കെ ഒപ്പിക്കും കല്യാണമൊക്കെ വന്നു കഴിഞ്ഞാൽ പൈസ കൈമേലുണ്ടെങ്കിൽ. അല്ലേ? അപ്പോൾ ഇതൊന്നും നടത്തുമ്പോൾ ആരറിയില്ല അവിടെ ഒരു ഫ്രൂട്ട്സ് ഉണ്ട്. ഇവിടെ അങ്ങനെ ഫ്രൂട്ട്സ് വിളമ്പി വെക്കണമല്ലേ എന്ന് ആലോചിച്ചുകൊണ്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ചോറൊക്കെ തിന്നതിന് ശേഷം നമ്മളെ മുസ്ലിങ്ങൾ സ്വഭാവം കണ്ടിട്ടുണ്ട് പുഡിങ്ങും കൂടി അടിച്ചിട്ടാണ് വിടുക. അല്ലേ? അപ്പോൾ ഖുർആനിൽ അവിടെ ഒരു പുഡിങ് ഉണ്ട്. അറിയില്ല? ഇടതുപക്ഷത്തിൽ ചേർന്നാൽ മതി. എന്താ പുഡിങ്ങിൻ്റെ കണ്ടൻറ്റ്? ഇല്ലാ ഹമീമം വഗസാഖാ. ഹമീമാണ് എന്ത്? പാപികളുടെ ചലം തിളപ്പിച്ച് വെച്ച ചൂടുള്ള പുഡിങ്ങും പിന്നെ വഗസാഖ അതിശക്തമായ ശൈത്യമാക്കി വെച്ച ചലവും പുഡിങ്ങാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഒക്കെ ഉണ്ട്, ഒന്നും മോശമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് എന്താ തോന്നുക അറിയോ? അങ്ങനെയൊക്കെ ഇപ്പോൾ ജീവിക്കാൻ കഴിയുമോലി? ജീവിക്കാൻ കഴിയണ്ട, വിരോധമൊന്നുമില്ലല്ലോ, ഇടതുപക്ഷം അവിടെ ഉണ്ടല്ലോ. ഇടതുപക്ഷമായിട്ട് മരിക്കണമെങ്കിൽ ചെയ്തോ, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അള്ളാഹു നാളെ ഈ നരകത്തിൻ്റെ പക്കത്ത് നിർത്തിയ ആൾക്കാർ ചോദിക്കും, അല്ല ഇങ്ങനെ വല്ല വിവരം പറഞ്ഞു തരാൻ ആരെങ്കിലും വന്നിരുന്നോ? അലം എഴുത്തിക്കും നദീർ, താക്കീതുകാരും വന്നിരുന്നോ? കാലൂ ബല, തീർച്ചയായും വന്നു അല്ലാഹുവേ. ഖദ് ജാഅനാ നദീർ, താക്കീതുകാർ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ ഞങ്ങൾ എന്ത് ചെയ്തു? ഫഖദബ്നാ, തള്ളിക്കളഞ്ഞു. അതൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞാൽ തള്ളി. അപ്പം ശ്രദ്ധിക്കുക, വളരെയധികം ശ്രദ്ധിക്കുക. ഇപ്പോൾ ആളുകളൊക്കെ ഒരു വസ്ത്രം ഉടുക്കുക ഒക്കെ ഒരു അലങ്കാരത്തിൻ്റെ വസ്ത്രമാണല്ലോ അല്ലേ? അങ്ങനല്ലേ? ബ്രാൻഡഡ് എന്നാണ് അപ്പം അതിൻ്റെ പേര് അല്ലേ? എല്ലാം ബ്രാൻഡഡാണ്. അതായത് കുറച്ച് പ്രാന്തായ ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ് എന്ത്? ഈ ബ്രാൻഡഡ് ഷൂ അല്ലേ? ബ്രാൻഡഡ് ചെരുപ്പ്, കുപ്പായം. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞാൻ ഇട്ടതോ? ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇബിലീസ് ഇപ്പം തന്നെ വരും. അതാ ഞാൻ എൻ്റെ ജീവിതത്തിൽ 10-25-30 കൊല്ലത്തിനിടയിൽ എൻ്റെ സ്വന്തം കൈകൊണ്ട് ഞാനൊരു കുപ്പായം വാങ്ങിയിട്ടില്ല. എനിക്ക് വീരാങ്കോയനെ പോലത്തെ തരുന്ന ഇതുവരെ ഒന്നുമില്ല കേട്ടോ. വീരാങ്കോയല്ല പോലെയുള്ളവർന്നാ അല്ല മൂപ്പരേക്ക് ആ കൊടുത്തില്ലല്ലോ. അതെ, പോലെയുള്ളവർ തരുന്നതാണ്. അതുകൊണ്ടാണ് ഈ കുപ്പായത്തെ കൈ ഇവിടെ കണ്ടങ്ങൾ ഇവിടെ ഒക്കെ അറിയാം. ഇവിടെ കണ്ടോ? എൻ്റെ ബാപ്പൻ്റെ ആപ്പക്ക് എടുക്കാൻ ഇടണ്ട. പിന്നെ ഒരാൾ തന്നിട്ട് ഇതൊന്നും ഇടണങ്ങൾ അറിഞ്ഞിട്ട് തന്നാൽ ഓൻ്റെ സംതൃപ്തിക്ക് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. ബ്രാൻഡഡായിട്ട് ഒരു പിരാന്തം ജീവിതമാണ്, കണ്ടമാനം പൈസ. എന്നിട്ട് എത്രയത് ഇടുക? വളരെ കുറഞ്ഞ സമയവും അല്ലേ? മുമ്പൊക്കെ അങ്ങനെ ആയിരുന്നോ? അല്ല, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുങ്ങൾ മൻ ലബിസ സൗബ ഷഹ്റത്തിൻ, ഒരാൾ പ്രസിദ്ധിയുടെ വസ്ത്രം അണിഞ്ഞാൽ ഫിദ്ദുനിയ, ദുനിയാവിൽ വെച്ച് പ്രസിദ്ധിയുടെ വസ്ത്രം ഒന്നും പറയാതെ വിട്ടില്ല. അൽബസഹുല്ലാഹു മൻസിലത്തൻ മദില്ലത്തൻ യൗമൽ ഖിയാമ, ഏറ്റവും നിന്ദ്യതയുടെ വസ്ത്രം അള്ളാഹു സുബ്ഹാനഹു തആല നാളെ പരലോകത്ത് അണിയിക്കും. അതേതാ വസ്ത്രം? നിന്ദ്യതയുടെ വസ്ത്രം അറിയണ്ടേ? അത് കേട്ടോളി, ഏതാ വസ്ത്രം? ഖുർആൻ തന്നെ പറയാ, ഓർക്ക് കൊടുക്കാൻ പോകാൻ അള്ളാഹു അടിച്ചു വെച്ച വസ്ത്രം ഉണ്ട് അവിടെ കേട്ടോ. ഒരുപാട് ടൈലർമാരൊക്കെ ഉണ്ടാവും അവിടെ, ആവശ്യമില്ല. കാരണം എന്താ? അള്ളാഹു പറഞ്ഞു സറാബീലുഹും മിൻ ഖിത്റാൻ, അവർക്കുള്ള വസ്ത്രം തറൽ മുജ്രിമീന യൗമൈദിൻ മുഖറനീന ഫിൽ അസ്വാദ്, ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ട നിലക്ക് പരസ്പരം. നിങ്ങൾ കണ്ടില്ലേ കുറ്റവാളികളെ മുമ്പൊക്കെ ജയിലിൽ നിന്ന് കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടില്ലേ കയ്യാമ വെച്ചെല്ലാം കൊണ്ടുപോകുക രണ്ടാളല്ല. ഇപ്പം വലിയ വലിയ ക്രിമിനൽസിനെ ഓൻ്റെ കൈയും മറ്റോൻ്റെ കൈയും കൂടി കൂട്ടി വെച്ചാളും, മറ്റേ പാഞ്ഞാളൂലേ പരലോകത്ത് നിന്ന് പായിച്ചിട്ട് വെച്ചതല്ല. നിന്ദ്യതയുടെ വളരെ ശക്തമായ കാരണം ബാപ്പനെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിൻ്റെ മലക്കുകൾ വിലങ്ങ് വെച്ച് കൊണ്ടുകൊണ്ട് മോൻ നോക്കി നിൽക്കുമ്പോണ്ടാകണം നിന്ദ്യത ഒന്ന് ആലോചിച്ച് നോക്കിയത്. മോനെ ചങ്ങല വെച്ച് അള്ളാഹു കൊണ്ടുപോകുമ്പോൾ ആ ബാപ്പാൻ്റെ നെഞ്ഞടം എത്രമാത്രം വേദനിക്കും അല്ലേ? അതിനുവേണ്ടി പടച്ച തമ്പുരാൻ ഒരുക്കിയതാണ്. ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ വെറുതെ ഇങ്ങനൊരു പ്രസംഗം കേൾക്കുന്ന രൂപത്തിൽ കേട്ടാൽ പോരാ. വത്തറൽ മുജ്രിമീന, കുറ്റവാളികളെ നിനക്ക് കാണാം, യൗമൈദിൻ, ആ ദിവസം, മുഖറനീന ഫിൽ അസ്ഫാദ്, ചങ്ങലകളിൽ പരസ്പരം ബന്ധിച്ച നിലക്ക്. സറാബീലുഹും, അവർക്കൊരു കുപ്പായം അല്ലാഹു നരകത്തിലേക്ക് പോകുമ്പോൾ ഇട്ടുകൊടുക്കും. കുപ്പായുണ്ട്, അതാ സറാബീൽ.
ജയിലിലൊക്കെ ചെന്നാൽ കണ്ടില്ലേ നിങ്ങൾ? ഒരു കുപ്പായിട്ടില്ലേ? ജയിലിൽ കയറിയ ആളുകൾക്ക് ഒരു കുപ്പായില്ലേ? ഉണ്ട്. അതിന് നമ്പറും ഉണ്ടാവും അല്ലേ? അള്ളാഹുവിൻ്റെ നരകത്തിലും ഇതുപോലൊരു കുപ്പായുണ്ട്. സറാബീലുഹും മിൻ ഖത്റാൻ, ദാറ് കൊണ്ട്, നമ്മളെ റോഡ് നന്നാക്കണ ദാറില്ലേ, അതുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കുപ്പായാണ്. അവിടെ ചൂടിൻ്റെ അതിശക്തമായ ചൂടുള്ളിടത്തേക്ക് നമുക്ക് ഇട്ട് തന്നിരിക്കുന്ന കുപ്പായത്തിൻ്റെ കോലം ഖുർആൻ പറഞ്ഞത് മിൻ ഖത്റാൻ വതഗ്ശാ വുജൂഹുഹും നാർ, മുഖം അള്ളാഹു നരകം കൊണ്ട്, തീ കൊണ്ട് പൊതിയുകയും ചെയ്യും. ഇന്ന് ഭാവനെ കണ്ടു നോക്കട്ടെ, ഈ കുപ്പായൊക്കെ ഇട്ട് നമ്മൾ സാധാരണ തീപ്പന്തം കത്തിച്ച മാതിരി മുഖത്ത് ഇങ്ങനെ കത്തിയിട്ട് നിൽക്കുന്നൊരവസ്ഥ. ഇതൊക്കെ കുടിക്കാനും ഇതൊക്കെ ഈ സമയത്ത് കുടിക്കാൻ എന്തെങ്കിലും ഒരു നല്ല നിലക്കുള്ള വാക്ക് കേട്ടിട്ട് എൻ്റെ മനസ്സ് നന്നായേ പറ്റൂ എന്ന് തീരുമാനിക്കണ്ടേ? തീരുമാനിച്ചേ പറ്റൂ. എങ്കിലേ നമ്മൾ ഈ ക്ലാസ് നടത്തിയോൽക്കും ഇത് പറഞ്ഞോൽക്കും ഇതിൻ്റെ ലാഭമുള്ളൂ കേട്ടോ. വളരെ ശ്രദ്ധാപൂർവം ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മളുടെ ജീവിതത്തിൽ നമുക്കാരും ഉണ്ടാവില്ല, കൂട്ടിനാരും ഉണ്ടാവാത്തൊരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അതുകൊണ്ട് നരകത്തിൽ പ്രവേശിച്ച ആൾക്കാരോടെ അള്ളാഹുവിൻ്റെ ചോദ്യമുണ്ട്. അവരെന്തൊക്കെ കാരണം പറയോ? അള്ളാഹ് പറയുന്നു വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, സ്വർഗത്തിൽ പോകേണ്ട വലതുപക്ഷക്കാരായ ആളുകൾ അധർമ്മത്തിൻ്റെ മാർഗങ്ങളിൽ നിന്ന് വഴിമാറിക്കൊണ്ട് ജീവിച്ചവരാണ്. എന്നാലോ ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരോ അവർ പറയുന്നു ഇന്നാ നഖൂലു മഅൽ ഖായിലീൻ, തമ്മാടികൾ തമ്മാടിത്തം ചെയ്യുമ്പോൾ അതിന് കൂട്ടുനിന്ന് അരുനിന്ന് പ്രവർത്തിക്കുകയായിരുന്നു പടച്ചോനെ നമ്മളെ പണി കേട്ടോ. നരകത്തിലേക്ക് പോണ ഈ കുപ്പായക്കെട്ട് പോണവർക്ക് പറയാൻ ഒരുപാട് കരയാനുണ്ടാവും അല്ലേ? അതൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ വിളിച്ചു പറയും. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് പച്ച പരിഷ്കാരത്തിൻ്റെ പടയോട്ടത്തിനിടയിൽ ധാർമ്മികത ചവിട്ടി മെതിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിൽ നിന്ന് പിന്മാറുക കേട്ടോ. നല്ല ഒരു മനസ്സിൻ്റെ ഉടമസ്ഥനാവുക. ഈ കഠോരമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു, സ്വർഗവും നരകവും അള്ളാഹു ഹുഫത്തിൽ ജന്നത്തു ബിൽ മക്കാരി, ചെയ്യാൻ പ്രയാസമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെ മറച്ചു ചെയ്യുന്നത്. നമുക്ക് ചെയ്യാൻ ലേശം പ്രയാസം ഉണ്ടാവും. എന്നാലോ ഹുഫത്തിൻ നാറു ബി ഷഹവാത്ത്, മനസ്സിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ നരകത്തിലെത്താൻ കഴിയും, ഇടതുപക്ഷത്തിൻ്റെ കൂടുതൽപ്പെടുത്താൻ കഴിയും. ആ നിലക്കുള്ള കാര്യങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളരെ സുപ്രധാനമായ രൂപത്തിൽ തന്നെ ഈ കാര്യങ്ങളെ വളരെ മനോഹരമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ ഉണർത്തുകയാണ്. എന്ന് പറഞ്ഞാൽ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മളിപ്പോൾ ഇതൊന്നും ആരൊന്നും അറിഞ്ഞില്ലല്ലോ പടച്ചോനെ എന്ന് പറയാൻ നിങ്ങൾക്ക് ഇടവരരുത്. അത് പടച്ച തമ്പുരാൻ സമ്മതിക്കില്ല അത് കേൾക്കുമ്പോൾ കേട്ടോ. അതുകൊണ്ട് ആ കുപ്പായും ആ ഇതൊക്കെ മാറ്റുന്നതിൻ്റെ മുമ്പൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഇടതുപക്ഷക്കാരെ നയിച്ചു കൊണ്ടുപോകും. എങ്ങനെ? വസീഖല്ല, ഈ കുപ്പായക്കെട്ടൻ്റെ ശേ കെട്ട് കഴിഞ്ഞ് ഇനി നയിക്കുകയാണ്. വസീഖല്ലദീന കഫറൂ ഇലാ ജഹന്നമ സുംറാ, കൂട്ടം കൂട്ടമായിട്ടാണ് അള്ളാഹു നരകത്തിലേക്ക് ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുക കേട്ടോ. യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഹ്ആ, പടച്ച തമ്പുരാൻ നരകത്തിലേക്ക് പോകേണ്ട ആളുകളെ അതിൻ്റെ മലായിക്കത്തുകൾ നരകത്തിലേക്ക് തള്ളിയിടുന്ന. സ്വന്തമായാലും ഏതായാലും പോവില്ലോ, ഉണ്ടാവുമോ? നരകത്തിൽ നിന്ന് വരുന്ന തീപ്പൊരി പൊന്തിന് കാണുമ്പോൾ തന്നെ ബേജാറാവൂലേ? കന്നഹ ജിമാലത്തുൻ സുഫുർ, ഒരു ചുമന്ന ഒട്ടകത്തിൻ്റെ വലുപ്പം ഉണ്ടാവും അത്ര നരകത്തിലൊരു തീപ്പൊരി. പിന്നെ അങ്ങോട്ട് തള്ളിയിടാണ്ട് ആരെയും പോവുമോ? അതാ അള്ളാഹ് പറഞ്ഞത് യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. ഇനിയോ അല്ലദീന യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം, നരകത്തിലേക്ക് അള്ളാഹു നടത്തിക്കൊണ്ടുപോവുക മുഖം നിലത്ത് കുത്തിക്കൊണ്ടാണ്. ഇപ്പം നമ്മൾ നടക്കുന്നത് കാലുമലല്ലേ? നരകത്തിലേക്ക് പോകേണ്ട ആൾക്കാർ, ഇടതുപക്ഷക്കാരായ ആളുകൾ മുഖം നിലത്ത് കുത്തിയാൽ നരകത്തിലേക്ക് പോവുക. സൂക്ഷിച്ചോളൂ കേട്ടോ. ഞാൻ നിങ്ങളോടല്ല പറഞ്ഞത്, എന്നോടാ സൂക്ഷിക്കാൻ പറഞ്ഞത്. നിങ്ങൾ ചോദിക്കേണ്ട നിങ്ങളെ പേടിപ്പിക്കുകയെന്ന്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേടിച്ചാൽ മതി കേട്ടോ. നരകത്തിലേക്ക് പോകുമ്പം യുഹ്ശറൂന അലാ വുജൂഹിഹിം ഇലാ ജഹന്നം. കാരണം എന്താ? ഉലായിക ശർറും മകാനം വളല്ലു സബീല, ഏറ്റവും മോശപ്പെട്ട ഷർറും മക്കാന, ഏറ്റവും മോശപ്പെട്ട സ്ഥാനം വഹിക്കുന്ന ആൾക്കാരാണ് അത്ര ആ ഇടതുപക്ഷത്തിൻ്റെ കൂട്ടത്തിൽ മുഖത്തിൽ നടന്നു പോകുന്നത്. ഇവിടെ വളല്ലു സബീല, പരമാവധി വൃത്തികേടുകളും തോന്നിവാസങ്ങളും ചെയ്ത് ജീവിച്ച ആളുകളാണ് കേട്ടോ. അപ്പോൾ റസൂലുള്ളാഹിനോട് സഹാബികൾ ചോദിച്ചു, അള്ളാഹിൻ്റെ റസൂലെ കൈഫ യുഹ്ശറുൽ കാഫിറു അലാ വജീഹി യൗമൽ ഖിയാമ, എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ കാഫറുകൾ ഈ നരകത്തിലേക്ക് മുഖത്തുമ
പോവുക? അത് മനസ്സിലായില്ലോ. അപ്പോൾ അള്ളാൻ്റെ റസൂലുള്ളാൻ്റെ ഒരു മറുചോദ്യം, അലൈസല്ലദി അംഷാഹു അലാ റിജ്ലൈ, നന്നെ 2 കാലുമൽ ഭൂമിയിൽ വെച്ച് നടത്തിച്ചതാരാ? എൻ്റെ പടച്ചോനാ അല്ലേ? കാലുമൽ നടത്തിയതാരാ? നിങ്ങൾ തീരുമാനിച്ചതാ കാലുകൊണ്ട് നടക്കണമെന്ന്? അല്ലല്ലോ. കാലുകൊണ്ട് നടക്കാൻ ദുനിയാവിൽ വെച്ച് തീരുമാനിച്ചതാരാ? അള്ളാഹുവാണ്. ഖാദിറുൻ അൻ യംശി അലാ വജീഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുഖത്തിൻ്റെ മുകളിൽ നടത്താൻ കഴിവുള്ളവനാണ് നിൻ്റെ റബ്ബ് എന്ന് മനസ്സിലാക്കുക. അപ്പം മുഖത്തിൻ്റെ മുകളിൽ നടന്ന് നരകത്തിലേക്ക് പോകണം. കുപ്പായൊക്കെ താറേണ്ടതാണ്, വയറ്റിൽ തിന്നാനുള്ള ഇന്നുണ്ട്, കുടിക്കാനുള്ള ഇന്നൊക്കെ കിട്ടി, ഒരുപാട് സംവിധാനങ്ങളും സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇനിയോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ ഓരോ വാക്കുകളും സശ്രദ്ധം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ നരകത്തിൻ്റെ അടുത്തെത്തുമ്പോൾ മലക്കുകളോട് നമ്മൾ വിളിച്ച് പറയും, ഈ ഇടതുപക്ഷക്കാർ, നാദൗ യാ മാലിക്. ആരാ മാലിക്? അറിയില്ലേ? ആരാ? നരകത്തിൻ്റെ കാവൽക്കാരിൽ പെട്ട ആളാ അല്ലേ? നാദൗ യാ മാലിക്, മാലിക്കേ ലി യഖ്ലി അലൈനാ റബ്ബുക്, നിന്റെ റബ്ബിനോട് ശിക്ഷ വിധിക്കാൻ പറയണം. ഈ ശിക്ഷ മതി എന്ന് എന്ന് മാലിക്കിനോട് പറയുമ്പോൾ മാലിക് പറയുന്നു, കാല ഇന്നകും മാകിസൂൻ, നിങ്ങൾ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്ന ശിക്ഷയിൽ തന്നെ കഴിയേണ്ടവരാണ്. മലക്കപ്പോൾ ഉത്തരം പറഞ്ഞു. ഇപ്പോൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മളുടെ ജീവിതം നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത്. അല്ലാണ്ട് വെറുതെ എങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടല്ല. ഇപ്പോൾ ഈ മൗലീദൊക്കെ നടത്തുന്ന മൗലിയന്മാർ നമ്മളോട് പ്രസംഗിക്കുക എന്താ വെച്ചാൽ, പിന്നെ നമ്മളെ കാരണന്മാരൊക്കെ മൗലീദും റാത്തീബും ഉലുവാങ്കുന്തിരിക്കലും പൊയ്യിക്കലും ഒക്കെ നടത്തിയോല, ഓലൊക്കെ നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിലായിക്കോട്ടെ. എത്ര ഈസി ആയിട്ടാണ് പറഞ്ഞ് അത് പറഞ്ഞ ആ ശൈലിയോ ആരെയും ആകർഷിക്കുന്ന ശൈലിയിലാണ് അല്ലേ? നമ്മളെ കാരണന്മാരൊക്കെ നരകത്തിലാണെങ്കിൽ നമ്മളും നരകത്തിലൈക്കോട്ടെ എന്ന് കുണ്ടുങ്ങക്കാർ വർത്താനം പറഞ്ഞ ഐക്കോട്ടെ. അല്ല, ടൗണിലുള്ള നമ്മളെ കുണ്ടുങ്ങളിലാണല്ലോ. അപ്പോൾ നമ്മളപ്പോൾ ആളെ കണ്ടാൽ അസ്സലാമു അലൈക്കും എന്നാ പറയുക. ഐക്കോട്ടെ പറഞ്ഞ ക്യൂ. അറബി ഭാഷയിൽ ക്യൂ ഇല്ല, അസ്സലാമു അലൈക്കും എന്നല്ലേ. അതിന് പകരം ടൗണിലുള്ള നമ്മളൊക്കെ അസ്സലാമു അലൈക്കും ഉണ്ടല്ലേ. അത് ഞാൻ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മളെ ക്യൂ അറബി ഭാഷയിൽ ഇല്ലാത്തതാണ്. അത് നമ്മൾ ആ ക്യൂ വേണമെന്നുള്ളവർക്കല്ല, നമ്മളെ ഒരു ജീവിതത്തിൻ്റെ ശൈലി ഉള്ളവർക്ക് എടുത്തതാണ് അല്ലേ? ഏതായിരുന്നാലും ആ നിലക്കാ മറുപടി പറഞ്ഞത്. എന്ത് പറഞ്ഞാലും എന്തെല്ലാം ജാതി മൗലീദിലാണ് അള്ളാഹു അല്ലാത്തവരെ വിളിച്ചിട്ടില്ലേ യാ മുജീരി അല്ലേ? എന്താ പറഞ്ഞത്? മൗലൂദിൻ്റെ ടൈം അല്ലാണ്ട് അപ്പോൾ ഓതുന്നില്ല. ഞാൻ ഇന്ന് അതെടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം മൂപ്പര് പറഞ്ഞു, ഇടതുപക്ഷമാണ് നിങ്ങൾ പറഞ്ഞത്, എന്നായിക്കോട്ടെ ഇടതുപക്ഷം ആയിക്കോട്ടെ പറഞ്ഞാൽ. അത് ഇന്ന് നിങ്ങൾക്ക് ഞാൻ വിളമ്പാൻ വിചാരിച്ച പ്ലേറ്റ് മൗലൂദായിരുന്നു അല്ലേ? അപ്പോൾ ആ പ്ലേറ്റ് മാറ്റിയതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും മൗലൂദ് വേണ്ട, ഇത് തന്നെ വേണ്ടത് അല്ലേ? കാരണം എന്താ, നമ്മളെ ജീവിതത്തിൽ നമുക്കൊരു മനസ്സിനൊരു ചെറിയ ഒരു ചിന്തക്കൊരു വഴി നൽകാൻ അവസരം കിട്ടിയെങ്കിൽ അല്ലേ, മറ്റതൊക്കെ നമ്മൾ ആദർശവീര്യം കൂട്ടുക കേട്ടോ. അപ്പോൾ ഏതായിരുന്നാലും ശ്രദ്ധിക്കുക, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നരകത്തിൽ ഏറ്റവും ഒരു നിസ്സാരമായ ശിക്ഷ അതാർക്കുള്ള അറിയങ്ങൾ ആർക്കാ? നരകത്തിൽ അള്ളാൻ്റെ റസൂലിൻ്റെ അബൂ താലിബിനുള്ളൊരു ശിക്ഷ ഉണ്ട് അല്ലേ? അതെന്താ കാരണം? തൗഹീദ് ഉൾക്കൊണ്ടില്ല, തൗഹീദിന് വേണ്ടി സഹായം നൽകി. അതുകൊണ്ട് ശിക്ഷ ഒന്ന് ലഘൂകരിച്ചു. എന്താ ശിക്ഷ കേട്ടോളി. ഇന്ന അഹ്വന അഹ്ലിന്നാരി അദാബൻ മൻ ലഹു നഅലാനി, നരകത്തിലെ ഏറ്റവും ലഘുവായ ശിക്ഷയിൽപ്പെട്ടതാണ് നരകത്തിൻ്റെ തീ കൊണ്ടുണ്ടാക്കിയ 2 ചെരുപ്പ് ഇട്ട് കൊടുക്കും. അങ്ങനെ നല്ല ചെരുപ്പാ അല്ലേ? ലഘുവായ ശിക്ഷ കേട്ട പറയുന്നത്. എന്നിട്ട് ശരീക്കാനി മിൻ നാർ യഗ്ലാ മിൻഹുമാ ദിമാഉഹു കമാ യഗ്ലിൽ മിർജൽ, ചീനച്ചട്ടി തിളക്കുന്നത് പോലെ ഈ 2 ചെരുപ്പ് ഇവൻ ധരിച്ചാൽ ഇവൻ്റെ തലച്ചോറ് ഇങ്ങനെ നിന്ന് തിളക്കും. തലച്ചോറ് നിന്ന് തിളക്കും. അതാ ചെരുപ്പിൻ്റെ പ്രത്യേകത. അത് ഏറ്റവും ലഘുവായ ശിക്ഷ കേട്ടോ. എന്നിട്ട് പറയാം, മാ യറ അന്ന അഹദൻ അശദ്ദ മിൻഹു അദാബൻ, ഈ ചെരുപ്പ് ധരിച്ച അബൂ താലിബിനെ പോലുള്ള ആൾക്കാർ പറയുന്നത്, പടച്ചോനെ എന്നെപ്പോലത്തെ കഠിനമായ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തി ഇപ്പോൾ ഇവിടെ ആരുമില്ല. എന്നാലോ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, അദാബ, ഏറ്റവും ലഘുവായ ശിക്ഷയാണ് സത്യത്തിൽ അയാൾ അനുഭവിക്കുന്നത്, തലച്ചോറ് തിളക്കൽ. ഒന്നും കൂടി സൂക്ഷിക്കണം അല്ലേ? ഒരുപാട് സൂക്ഷിക്കണം. ഈ കാര്യങ്ങൾ നിങ്ങളെ തലച്ചോറിൻ്റെ അകത്തേക്ക്
ശരിക്ക് പറഞ്ഞാൽ നിങ്ങൾ കയറ്റിയിടണം. എന്നാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ഇടതുപക്ഷത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വലതുപക്ഷത്തിൻ്റെ സ്വർഗത്തിൻ്റെ തോപ്പിൽ നമുക്ക് എത്താൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഇല്ലാതിരിക്കേണ്ട വളരെ സുപ്രധാനമായ കാര്യങ്ങൾ അല്ലേ. ഒന്ന്, സുന്നത്തിന് പകരം ബിദ്അത്തുകൾ ചെയ്യരുത്, ബിദ്അത്ത് ചെയ്യരുത് കേട്ടോ. അതെന്താ കാരണം അറിയോ? നമുക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നാളെ ഹൗലുൽ കൗസറിൽ വെച്ച് സ്വർഗത്തിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഹൗലുൽ കൗസറിന് ദാഹജലം ലഭിക്കും സ്വർഗസ്ഥന്മാർക്ക്. അപ്പോൾ അവിടെ വന്നുകൂടിയ ആളുകൾ, ബിദ്അത്ത് ചെയ്ത ആളുകളെ റസൂലുള്ള പറയും, സുഹ്കൻ ലിമൻ ബദ്ദല ബഅദി, എൻ്റെ ശേഷം ഇസ്ലാം ദീനിൽ പുതുതായി ബിദ്അത്തുകൾ ഉണ്ടാക്കിയ ആളുകൾ മാറി നിൽക്കണം. അപ്പോൾ അതും കിട്ടൂല. അതുകൊണ്ടാണ് ഈ ബിദ്അത്ത് ചെയ്യുമ്പോൾ സൂക്ഷിക്കുന്നത്. അത് ബിദ്അത്താണ്, ഇത് ബിദ്അത്താണെന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പിന്നെ മനസ്സിലൊരിക്കലും അഹങ്കാരവും പൊങ്ങച്ചവുമായി നടക്കരുത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. റസൂലുള്ള പറഞ്ഞെന്താ, മൻകാനഫി കൽബിഹി മിസ്കാല ദർറത്തി മിനൽ കിബർ, അഹങ്കാരം ഒരു അണു അളവുണ്ടായാൽ ലാ യദ്ഖുൽ ജന്ന, സ്വർഗ്ഗത്തിൽ കിടക്കാൻ കഴിയില്ല. അപ്പോൾ അഹങ്കാരമില്ലാത്ത ഒരു ജീവിതം. സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ മുക്കാലുണ്ടാവുമ്പോൾ ലേശമൊക്കെ അഹങ്കാരം മനുഷ്യൻ നിലക്ക് വരും എന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ. തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അഹങ്കാരം വരുന്നുണ്ടോ, പൊങ്ങച്ചം വരുന്നുണ്ടോ, ഞാനൊരു മോശക്കാരനായി മാറുന്നുണ്ടോ, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എന്നാലേ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, നന്മയിലേക്ക് കടക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. അള്ളാഹു നരകത്തിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആളുകളെപ്പോലെ തന്നെ വസീഖല്ലദീന തഖൗ, ഈ നിലക്കൊക്കെ സൂക്ഷ്മത പാലിച്ച ആളുകളെ അള്ളാഹു സുബ്ഹാനഹു തആല നയിച്ചു കൊണ്ടുപോകുന്ന സ്വർഗത്തിലേക്ക്, കൂട്ടം കൂട്ടായി തന്നെ സുംറന്ന. അവിടെ എത്തുമ്പോൾ, ഇപ്പോൾ ഇവിടെ നമ്മളെ പല മാളുകളിലും നമ്മൾ ചെല്ലുമ്പോൾ മാളിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട് ആളെത്തുമ്പോഴേക്കും. പക്ഷേ സ്വർഗത്തിൽ ഫുത്തിഹത്തിൽ ലഹു അബുവാബുഹ, അതിൻ്റെ വാതിൽ തനിയാണ് തുറക്കും നമ്മളെ കാണുമ്പോൾ തന്നെ സ്വർഗസ്ഥന്മാർക്ക് കേട്ടോ. അപ്പോൾ രണ്ട് തരം അവസ്ഥ ഉണ്ട്. ഈ രണ്ട് അവസ്ഥകളും ശരിയാം വിധം മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണിയെടുത്ത് ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. മയ്യത്ത് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ വിവരം അറിയുകയും ചെയ്യും. ഇപ്പോൾ ഒരാൾ മരിക്കുമ്പോൾ ആ മരിക്കുന്ന വ്യക്തിക്കറിയാം ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അതയാൾക്കറിയും. കാരണം എന്താ, ഇതാ മാത്തൽ ഇൻസാൻ ഉരിള അലൈഹി മഖദുഹു ഒമിൻ അഹിൽ ജന്നത്തി അൽ ജന്ന ഒമിൻ അഹിലിൻ നാരി അന്നാർ. മരിക്കുന്ന ആൾ സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത, വലതുപക്ഷത്തിന് വേണ്ടി പണിയെടുത്ത ആളാണെങ്കിൽ മരിക്കുമ്പോൾ എത്തിച്ചേരേണ്ട സ്വർഗം അവൻ്റെ മുമ്പിൽ അള്ളാഹു കാണിച്ചു കൊടുക്കും. ഇതാണ് എൻ്റെ സ്വർഗം. അത് മരിക്കുന്ന ആൾ കാണും. ഇനി ഇടതുപക്ഷത്തിന് വേണ്ടി അധ്വാനിച്ചിട്ടാണ് ഇയാൾ മരിക്കുന്നതെങ്കിൽ ഒമിൻ അഹ്ലിൻ നാരി അന്നാർ, നരകവും അള്ളാഹു കാണിച്ചു കൊടുക്കും. ഏത് കണ്ടു പോകണം എന്ന് തീരുമാനിക്കേണ്ടതും അതിന് പണിയെടുക്കേണ്ടതും ഒക്കെ നമ്മളാണ്. ഏറെ പണിയെടുക്കാൻ കഴിയില്ല. എടുത്ത പണി, ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ തെറ്റ് വന്നു പോയിട്ടുണ്ട് ദുഃഖങ്ങളെടുത്ത്, അത് ഏതായാലും നമുക്ക് അള്ളാഹു തെറ്റ് ആയിപ്പോയി, പശ്ചാത്തപിക്കാം, ഇസ്തിഗ്ഫാർ ചെയ്യാം. ഒരുപാട് ശരി ചെയ്തു, അതും തെറ്റായാലോ? അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒരുപാട് ശരി ചെയ്തു, ഉദാഹരണം പറഞ്ഞാൽ നിസ്കരിച്ചു, യാതൊരു ബന്ധവും ഇല്ലാണ്ട്, അള്ളായിട്ടൊരു ബന്ധവും ഇത്രയും കാലം നിസ്കരിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്താ? അതും മൈനസായി എന്നല്ലേ അല്ലേ? സെഫിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിസ്കരിക്കാൻ സെഫ് കിട്ടുമ്പോൾ എന്ത് വേണം? ഉദുക്കുരിൽ മൗത്ത ഫി സെഫി സലാത്തിക്ക. നിസ്കരിക്കാൻ സെഫ് കിട്ടുമ്പോൾ മരണത്തിന് മയ്യത്തിസ്കാരത്തിന് കൈയ്യെട്ടുന്നത് പോലെ എൻ്റെ മയ്യത്തിന് ഞാൻ നിസ്കരിക്കുന്ന ആൾക്ക് കൈയ്യെട്ടുക എന്ന് പറഞ്ഞാൽ, ഞാൻ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടി കൈയ്യെട്ടിയപ്പോൾ ഞാൻ ചിന്തിക്കേണ്ടത് ഇനി ഇഷാ നിസ്കരിക്കാൻ ഞാൻ ഉണ്ടാവില്ല എന്ന നിലക്ക് ഞാനൊരു ബോധത്തോടു കൂടിയാണ് കൈയ്യെട്ടുക. ഇഷാക്ക് ഉണ്ടായിക്കോളുന്നില്ല. ഇനിയിപ്പോൾ ഇഷാ നിസ്കരിക്കുമ്പോഴോ സുബൈക്ക് ഉണ്ടായിക്കോളുന്നില്ലല്ലോ. അപ്പോൾ സെഫ് തന്നെ നിൽക്കുമ്പം ഒരു പ്രത്യേകമായ നിയ്യത്തോടു കൂടി നിൽക്കുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും, ഇപ്പോൾ ഹജ്ജിനൊക്കെ പോകുമ്പം നമ്മളെ പൈസ, മുടക്കിയ പൈസ ഒക്കെ ഹലാലാണോ എന്ന് പരിശോധിക്കുക. ഉംറക്ക് പോകുമ്പോൾ മുടക്കിയ പൈസ, നഫക്കത്തൊക്കെ, ഫണ്ടൊക്കെ ഹലാലാണോ എന്ന് പരിശോധിക്കുക. അല്ലാണ്ട് നമ്മൾ ഫണ്ടൊന്നും അനുവദനീയമല്ലാത്ത രൂപത്തിൽ പൈസ ഉണ്ടാക്കി. ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ട്, കുറേ പൈസ ഇങ്ങോട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ഉംറക്ക് വെക്കാം, ഒരു ഉംറ അല്ലെങ്കിൽ ഒരു ഹജ്ജ് അല്ലേ, അങ്ങനല്ലേ? ഇപ്പോൾ ഒരു ഫാഷനായില്ലേ ഇപ്പോൾ അതിലും കൂടി ഉണ്ട് അല്ലേ? റസൂലുള്ള പറഞ്ഞ എല്ലാ കാര്യവും എതിരാളെ ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്പോൾ മരിച്ചാൽ നബി എന്ത് പറഞ്ഞു നമ്മളോട്? നിങ്ങൾ
അടുത്ത വീട്ടുകാരൊക്കെ എന്തായി കൊടുക്കണം? ആ മരിച്ച വീട്ടുകാർക്ക് ഭക്ഷണം എത്തിക്കണം അല്ലേ? കാരണം എന്താ? നബി പറഞ്ഞ കാരണം എന്താ? ഫൈനഹും കത് ആത്താഹും അമ്രുൻ യുഷകിലുഹും. അവർക്ക് പ്രയാസമുള്ളൊരു പ്രശ്നമാണ് ഇപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങിപ്പോയത്. അപ്പോൾ അവിടുത്തെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്, അവരിപ്പോൾ ഒന്നും ഭക്ഷിക്കൂല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ? അതാ റസൂലുള്ള പറഞ്ഞ്. ഇപ്പം എന്തായി? ഇപ്പോൾ ടൗണിലൊക്കെ എന്താ സ്ഥിതി പറഞ്ഞാൽ ഒരാൾ മരിച്ചാൽ മരിച്ച മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ മുമ്പ് തന്നെ ബിരിയാണിൻ്റെ ചെമ്പ് കയറ്റിക്കുന്നു. എന്നിട്ട് ഇളയച്ചൻ ഒരു ബിരിയാണിൻ്റെ ചെമ്പ് 10 കിലോൻ്റെ, മൂത്തച്ഛൻ ഓൻ്റെ എത്ര കിലോ ആണെന്ന് നോക്കിയിട്ട് ഓൻ്റെ 10, നമ്മളത് 15 ടാളി 15 25. എന്നിട്ടിപ്പോൾ അതൊരു കല്യാണപ്പുര പോലെ അയക്കണം എല്ലാവരും ചെമ്പും വന്നപ്പോൾ അല്ലേ? ഹജ്ജും അങ്ങനെ തന്നെ. അപ്പോൾ ഹജ്ജിനൊക്കെ മുമ്പൊക്കെ കപ്പലിലൊക്കെ പോകുന്ന സമയത്ത് ഇവിടെ എത്തി കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, വെക്കും പോയി, അങ്ങനെ അന്നത്തെ ഹജ്ജ്. ഇപ്പോഴോ ഇപ്പം കണ്ണിൻ്റെ ഇമ വെട്ടി തുറക്കുമ്പോഴേക്ക് ജിദ്ദയിൽ ഇറങ്ങിയില്ലേ? മനസ്സിലായില്ലേ? അന്നൊക്കെ ആളുകൾ ഹജ്ജിന് പോണ ആൾക്കാരെ കാണാൻ പോകും. ഇപ്പം ഹജ്ജിന് പോണവരെല്ലാം കൂടി ഒരു പന്തലിട്ടിട്ട് ഒന്നായിട്ട് കുത്തിട്ട് ഡോല് ചോറ് വെച്ചിട്ട് വയ്ക്കുക. അപ്പം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ ഒരു സൗഹൃദ സ്നേഹ എന്താ, നക്കാൻ കിട്ടിയാലേ സ്നേഹവും സൗഹൃദം ഉണ്ടാവും. എപ്പം നക്കാൻ കൊടുക്കാൻ എടുക്കണോ അതോടി കഴിഞ്ഞ് കേട്ടോ. അതാണോ സ്നേഹം? ആണോ? അല്ല. നിങ്ങൾക്കൊന്ന് കേൾക്കണോ? ഈ തരത്തിലുള്ള സ്ഥലത്തേക്ക് ഹജ്ജിന് പോണ് ആര്? ഏടത്തിൻ്റെ ഭർത്താവും ഏടത്തിൻ്റെ മോളും. അഞ്ചത്തിൻ്റെ അടുത്ത് മുക്കാലും ഇല്ല, 5 ഈസി ഇല്ല. ഓളെ പണി എന്താ അറിയങ്ങൾ? ഓളെ പണി ഈ ഏടത്തിൻ്റെ പുരയിൽ പാത്രം കീഴല. അവളെങ്ങനെ പാത്രം കീഴുന്ന അറിയങ്ങൾ? ഏടത്തി പറയാ ഇവളുണ്ടായാൽ പിന്നെ അങ്ങോട്ടാരും നോക്കണ്ട, എല്ലാ പണിയും ഓള് നോക്കിക്കോളും. കാരണം അത് ഇവിടെ കെകാട്ട പയ്യ അഞ്ചത്തി. ഓളിത് കെകുണ്ടെങ്ങനെ അറിയോ? ഏടത്തി എല്ലാവരും വരുമ്പോൾ സ്വീകരിക്കാൻ പോണ്, കൂട്ടിക്കൊണ്ടിരുന്ന്, എന്താണ് ഞാൻ നാളെയാണ് പോണത്, ദാരിക്കണ്ടേ എന്ത് ദാരിക്കണ് അല്ലേ? ഈ അഞ്ചത്തി ഇവിടെ കിടന്ന് ഓളെ കണ്ണീരോണ്ടാ പാത്രം കഴുകുന്നുണ്ട്. എനിക്ക് ഈ പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പാത്രം കഴുകേണ്ടി എന്നുള്ള ഗതികേടിലാണ് ഉള്ളത്. ഓളെ സങ്കടം ഈ ലോകത്താർക്ക് തീർക്കാൻ കഴിയില്ല കേട്ടോ. ഇതാണ് ജബ്ബാർ. സൂക്ഷിക്കുക. ഇനി ഇതിൻ്റെ ഫണ്ട് എല്ലാം പരിശോധിക്കുക. ഏത് പറ്റിച്ചെടുത്തതാണോ? അങ്ങനെ ഉണ്ടല്ലോ, അവനാൻ നയിച്ച പൈസയുള്ള ഹലാല്. എഴുത്തിയാലന്നാസി സമാൻ, ഒരു കാലം മനുഷ്യന്മാർക്ക് വരും, അന്ന് പണം വന്നാൽ ആളുകൾ ഹലാലാണോ ഹറാമാണോ നോക്കൂല. പണമാണെങ്കിൽ അത് അതിൽ ഹലാൽ ഹറാമില്ല. ഇത് ഹലാലല്ല, ഇത് ഹറാമല്ല, ഇത് ഹലാല. വന്നതൊക്കെ ഹലാലാ മൂപ്പർക്ക്. കാരണം പൈസ കണ്ട അപ്പം മൂപ്പര് അനസ്തേഷ്യ കൊടുത്തായിരിക്കുക. അപ്പോൾ ഈ പൈസയുടെ മോൾ അവിടെ കിടന്ന് കമന്ന് പോകും അല്ലേ? എന്നിട്ട് ഈ ഫണ്ട് ആയിട്ടാണ് പോകുന്നത്. അപ്പം മൂപ്പര് ഇവിടുന്ന് ഇഹ്റാമൊക്കെ കെട്ടി ഇഹ്റാമിൻ്റെ വസ്ത്രം അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? തെൽബിയത്തല്ലു അല്ലേ? ആ എലം ലം എന്നല്ല ഇങ്ങളെ എല്ലിയത്. ആ മൂപ്പര് എലം ലം എന്നല്ലേ, ഇവിടുന്ന് എല്ലിയതല്ല പറഞ്ഞത്. ആ അപ്പോൾ അവിടെ എത്തുമ്പോൾ ഇന്ത്യൻ്റെ ഇഹ്റാം കെട്ടുന്ന സ്ഥലമല്ലേ എലംല്. അവിടെ എത്തുമ്പോൾ അവൾ എന്ത് ചെയ്യും? തെൽബിയത്തല്ലു അല്ലേ? ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്. അള്ളാഹുവേദ അതിൻ്റെ വിളിക്കുത്തരം നൽകി ഹജ്ജിന് വന്നിരിക്കുകയാണ്. പറയില്ലേ? ഇവൻ്റെ ഈ ഫണ്ട് നഫക്കത്ത്, ഈ ഫണ്ട് ഉണ്ടല്ലോ, ഇതിൽ ഏതെങ്കിലും ഒരു നയാ പൈസ ഹറാമുണ്ടെങ്കിൽ ഇവൻ തെൽബിയത്ത് ചെല്ലിയ ഉടനെ തന്നെ വാനലോകത്തുനിന്ന് മലക്കുകൾ വിളിച്ചു പറയത്രേ, ലാ ലബ്ബൈക്ക്, നിൻ്റെ വിളിക്ക് ഉത്തരം ഇല്ല. വലാ സഅദൈക്ക്, നിനക്കൊരു സൗഭാഗ്യവുമില്ല. കാരണം നഫക്കത്തുക ഹറാം, നിൻ്റെ ഫണ്ട് ഹറാമാണ്. സൂക്ഷിക്കണ്ടേ? അപ്പോൾ ചെയ്ത പ്രവർത്തനം നമുക്ക് കിട്ടണം. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വുജൂഹി യൗമൈദിൻ ഖാഷിയ. ഈ ഹജ്ജും ഉംറയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് വലിയ നല്ല കാര്യമൊക്കെ ചെയ്തു എല്ലാം ഇപ്പം കിട്ടും വിചാരിച്ചാൽ പരലോകത്ത് വന്നത്. വന്ന് നോക്കുമ്പോൾ റിക്കാർഡ് കൈമ കിട്ടി നോക്കുമ്പോൾ ഒന്നുമില്ല, ഒക്കെ പട്ട പൂജ്യം. മുമ്പ് ഒരു ചെക്കൻ ബാപ്പനോട് കൊണ്ട് പറഞ്ഞു, എനിക്ക് എങ്ങനെ ഉണ്ട് പരീക്ഷ ഒക്കെ പാസ്സായോ? 4 മാർക്കിൻ്റെ കുറവുണ്ട്, പാസ്സാവുകയിനി. അപ്പോൾ ബാപ്പ ചോദിച്ചു, എത്ര? 36ആണോ? അല്ല 0ആണ്. 4 മാർക്ക് ഇവിടെ ഇടണം, 0ൻ്റെ ഇപ്പുറത്തിടണം. ഓൻ പറയുന്നത് 4 മാർക്കിൻ്റെ കുറവുണ്ട്. കേൾക്കണോ വിചാരിക്കും 36 മാർക്ക് ഉണ്ട്.
അതുപോലെ വിചാരിച്ചിട്ടാണ് ഹജ്ജിനൊക്കെ പോയി എല്ലാം ഇറ്റ് വന്ന് പരലോകത്തവിടെ ചെന്ന് ഇതൊക്കെ നോക്കുമ്പോഴാണ് ഉജൂഹി യൗമൈദിൻ ഖാഷിയ, ഭയം മൂലം മുഖം വിവർണമായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ കാരണം പറഞ്ഞതോ ആമിലത്തുൻ, ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട് കുറേ, നോമ്പോട്ടുണ്ട് കുറേ, സക്കാത്ത് കൊടുത്തിട്ടുണ്ട് കുറേ, ഹജ്ജ് ഉണ്ട് കുറേ. സക്കാത്തിൻ്റെയും ഹജ്ജിൻ്റെയും പണം ഹറാമായിരുന്നു, നോമ്പിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നില്ല, നമസ്കാരത്തിൽ ഇഖ്ലാസ് ഇല്ല. ഇഖ്ലാസാണല്ലോ ഇബാദത്തിൻ്റെ ബാറ്ററി, ആ ബാറ്ററി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എന്തായി? ആമിലത്തുൻ, പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ നാസിബത്തുൻ, പാഴായിപ്പോയി. അവിടെ ക്ലിക്കാവണ്ടേ? നമ്മളിപ്പോൾ റുക്കുവും സുജൂദൊക്കെ കുറേ അങ്ങ് ചെയ്തുകൊണ്ട് അത് അവിടെ ക്ലിക്കാവണ്ടേ? ആമിലത്തുൻ നാസിബ അല്ലേ, ഒരുപാട് പ്രവർത്തിച്ചിട്ട് വന്നൊക്കെ പാഴായി. അപ്പോഴോ തസ്ലാ നാറൻ ഹാമിയ, തസ്ലാ നാറൻ, അറിയാലോ, നരകത്തിലേക്ക് അള്ളാഹു പ്രവേശിപ്പിച്ച് കരിച്ച് കളയും, കരിക്കട്ട പോലെ പുറത്തേക്കിടും. മരിക്കും കേട്ടോ. അത് ഇനി കരിക്കട്ട പോലെ ഇവിടെയൊക്കെ കരിക്കട്ട 100% കത്തിയാൽ എന്താവും, പോകില്ലേ? 60% ആണെങ്കിൽ ഇവരെന്തെങ്കിലും കാട്ടി വെക്കും. ഇത് 60 അല്ല, ഇത് 100 ആവും, പക്ഷെ മരിക്കൂല. പിന്നെ അള്ളാഹു ഈ സ്കിന്നില്ലെങ്കിൽ മനുഷ്യർക്ക് വേദന ഉണ്ടാവില്ലോ. അപ്പം അള്ളാഹു എന്ത് ചെയ്യും? കുല്ലമാ നെളിജത്ത് ജുലൂദഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, ഒരു തൊലി നരകത്തിൻ്റെ കരിക്കട്ടാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അടുത്ത തൊലി അവൻ്റെ മേത്ത് കയറ്റി, എന്നിട്ട് അതുകൊണ്ട് കഴിക്കും. ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, വേറെ തൊലി കൊടുത്ത് ശിക്ഷിക്കും. അപ്പം ഇത് അതിനാണ് നമ്മൾ നിസ്കാരത്തിലൊക്കെ ഖാലിദീന ഫീഹോ എന്നുണ്ടോ, അതല്ലേ ശാശ്വതമാണ് അവിടെ എന്നാണ് ഓതുന്നത്. ഇവനറിയില്ല കഥ. ഇത് ഫീനാരി ജഹന്നമ ഖാലിദീന ഫീഹ. അറബ് രാജ്യത്തിനൊക്കെ ആൾക്കാർ ഈ ആയത്തൊക്കെ ഓതുമ്പോൾ കരഞ്ഞും കൊണ്ടുള്ള ഇങ്ങനെ വിടലുണ്ട് അല്ലേ. നമ്മളവിടെ ഉള്ളല്ലോ മണിക്കുക ചെയ്യുക ഖാലിദീന ഫീഹോ. പല വിചാരോ അവിടെ എന്തോ സുഖത്തിൽ ചെന്നാന്നാ. ഇത് ഈ നരകത്തിൽ സ്ഥിരമായിട്ട് നിൽക്കാനുള്ള ഇത് ദൊലോളിക്കല്ലേ ചെയ്യുക. വിവരം അറിയുന്നില്ല, ഖുർആൻ അങ്ങനെ ഓതുന്നുണ്ട് കേട്ടോ. കാരണം നബി പറഞ്ഞില്ലേ യുറജ്ഊൻ, അന്നനാളം കൊണ്ട് മധുരതരമായി ഓതും ആളുകളെ തരിപ്പിക്കാൻ, പക്ഷെ ഓൻ്റെ ഉള്ളം തരിക്കൂല. ഇത് വൈദാ ദുഃഖിറല്ലാഹ് വജിലത്ത് ഖുലൂബുഹും, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഇങ്ങനെ ഓൻ്റെ ഹൃദയത്തിലേക്ക് പുറത്തേക്ക് കണ്ടനാളത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഉള്ളം പറക്കും. വജിലത്ത് ഖുലൂബുഹും, മനസ്സ് പറക്കണം. അങ്ങനെ ഓതണം, അറിഞ്ഞോതണം കേട്ടോ. അപ്പം നമ്മൾ നന്നാവും. നമുക്കൊന്നിപ്പോൾ ഈ ഇരിക്കുന്ന ഞാനടക്കമുള്ള നിങ്ങൾക്കും എനിക്കൊക്കെ നന്നാവണം എന്ന് ഏറെ മോഹമുണ്ട്. ഒരിക്കലും ധിക്കാരപരമായിട്ട് നമ്മളോടും തെറ്റ് വരില്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. ഒരു ധിക്കാരപരമായി നമ്മൾ ഏതായാലും തെറ്റ് ചെയ്യാൻ പോകുന്നില്ല അല്ലേ. ഞാൻ ആ തെറ്റ് ചെയ്യും എന്നുള്ളവർക്കല്ല, അറിയാണ്ടൊക്കെ പല തെറ്റും വെന്നു പോകാറുണ്ട്. ഏതായിരുന്നാലും ശ്രദ്ധിക്കുക. ഉജൂഹു യൗമൈദിൻ ഖാഷിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ തുസ്ക, അവിടെയും പറയുന്നത് കുടിപ്പിക്കും. മിൻ ഐനിൻ നാനിയ, തിളച്ച് പറയുന്ന ജലം, ചലാണ് കുടിക്കാൻ കിട്ടുക. അതുകൊണ്ട് അതിലേക്ക് പോകുന്നതിനേക്കാളും നമുക്ക് നല്ലത് സ്വർഗത്തിലേക്കാണ്. അവരെ പറ്റിയും അള്ളാഹ് പറഞ്ഞു അവിടെ തന്നെ അല്ലേ, ഉജൂഹു യൗമൈദിൻ നായിമ, വളരെ സുന്ദരവും വളരെ മനോഹരവും വളരെ അനുഗ്രഹീതവുമായ കുറേ ആളുകൾ നാളെ പരലോകത്തുണ്ടാവും അല്ലേ. ആ പരലോകത്തുള്ള മുഖത്തെക്കുറിച്ച് റസൂൽ എന്താ പറഞ്ഞത്? ഇന്ന ഉമ്മത്തി യഅ്തൂന യൗമൽ ഖിയാമത്തി ഖുർറം മുഹജ്ജലിൻ മിൻ അസരിൽ വുളു. നമസ്കാരത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി ഒളു ഉണ്ടാക്കിയ കാരണത്താൽ എൻ്റെ ഉമ്മത്ത് നാളെ പരലോകത്തേക്ക് കയറി വരുമ്പോൾ കറുത്ത കുതിരക്ക് വെളുത്ത പൊട്ടുതൊട്ടമായിട്ടുണ്ടാവും, മുഖമൊക്കെ പ്രസന്നായിരിക്കും. ഉജൂഹു യൗമൈദിൻ നായിമ ലിസൈഹ റാലിയ, ഓരോ പ്രവർത്തനവും അള്ളാഹു തൃപ്തിപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്നു. നിസ്കരിച്ചു തൃപ്തിപ്പെട്ടു, ഹജ്ജ് ചെയ്തു തൃപ്തിപ്പെട്ടു, അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ഈ ക്ലാസ്സിൽ വന്നു തൃപ്തിപ്പെട്ടു, ക്ലാസ് പറഞ്ഞ ഇൻ്റെയും തൃപ്തിപ്പെട്ടു, കേട്ട നിങ്ങളതും തൃപ്തിപ്പെട്ടു. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് ലിസൈഹ റാലിയ കേട്ടോ. ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അതാ പറഞ്ഞത് കേട്ടോ, പടച്ചോനെ തൃപ്തിപ്പെടണം, ഞാൻ കേട്ടത് അത് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ എനിക്ക് തരണം. പലരും പ്രസംഗങ്ങളും ക്ലാസ്സുകളും കേൾക്കുന്നതിന് മുമ്പ് തന്നെ വിമർശിക്കാൻ എന്ത് വയ്യുണ്ട് വെച്ചിട്ടാണ് കേൾക്കൽ കേട്ടോ. നമ്മളങ്ങനെയല്ലേ കേൾക്കേണ്ടത് അല്ലേ, നമ്മൾ ഉൾക്കൊള്ളാൻ എന്ത് വയ്യുണ്ട് നോക്കേണ്ടത് കേട്ടോ. അപ്പം തുസ്കാമിൻ ഐനിൻ ആലിയ, അതേ ദിവസത്തിൽ അതൊരു ഭാഗത്ത് ഉജൂഹി യൗമൈദിൻ നായിമ ലിസൈഹ റാലിയ ഫി ജന്നത്തിൻ ആലിയ, അവർ ഉന്നതമായ സ്വർഗത്തോപ്പിലാണ്. ആ സ്വർഗത്തോപ്പിലേക്ക് നമ്മളുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ
നിന്നിട്ട് പറയണം, അല്ലെങ്കിൽ മയ്യത്ത് പറയും. രണ്ട് നിലക്കായിരുന്നാലും കദ്ദിമൂനി കദ്ദിമൂനി എന്നൊന്നുകിൽ മയ്യത്ത് കട്ടിലേറിയ ഈ മനുഷ്യൻ പറയും, എന്നെ വേഗം കൊണ്ടാക്കി തരണം, എന്നെ സ്വർഗത്തിലേക്ക് വേഗം കൊണ്ടാക്കി തരണം. സ്വർഗത്തിന് വേണ്ടി പണിയെടുത്ത ആളുടെ മയ്യത്ത് വീട്ടിൽ നിന്ന് പടിയിറങ്ങി തോള് കൊള്ളുമ്പോൾ ഒന്നുകിൽ മലക്ക് പറയും, അല്ലെങ്കിൽ ഈ മയ്യത്തിട്ടുള്ള മനുഷ്യൻ പറയും, കദ്ദിമൂനി കദ്ദിമൂനി, എന്നെ പെട്ടെന്ന് അവിടെ ആക്കിത്തരണം. നേരെ മറിച്ച് ഇടതുപക്ഷക്കാരൻ്റെ തോളിൽ ഓൻ്റെ മയ്യത്ത് തോളിലേറ്റാൽ ഏറ്റിക്കഴിഞ്ഞാൽ മയ്യത്ത് പറയും, അല്ലെങ്കിൽ മലക്ക് പറയും, എവിടത്തേക്കാണ് നിങ്ങൾ ഇത്ര ദൂരം എന്നെ പേറി കൊണ്ടുപോകുന്നത്? എന്തിനാണ് എന്നെ കൊണ്ടുപോകുന്നത്? പെരടീന്ന് ഇറക്കി വെച്ചൂടെ നിങ്ങൾക്ക് ഈ ഷെറ്, ഈ ഉപദ്രവം? എന്തിനാ താങ്ങിക്കൊണ്ടോണ്? എവിടെയും കുഴിച്ചിട്ടാ പോരെ എന്ന് മലക്കുകൾ ശപിക്കുന്നൊരു മയ്യത്തായി നമ്മളുടെ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ നിർഭാഗ്യം നമുക്കുണ്ടാവരുത്. അതിനുവേണ്ടി പണിയെടുക്കണമെന്ന് മാത്രം നിർദ്ദേശിച്ചുകൊണ്ട്, ആശിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും പരലോകത്തേക്കുള്ള യാത്രയിൽ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് അള്ളാഹു വിളിക്കും അല്ലേ? യാത്രൻ്റെ സമയത്ത് അള്ളാഹു വിളിക്കും. ആ വിളി നിങ്ങൾ കേട്ടില്ലേ? ഏതാ വിളി? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന. ഈ ലോകത്ത് എന്തെന്ത് പ്രശ്നങ്ങളുണ്ടായപ്പോഴും പടച്ച തമ്പുരാനെ വിടാതെ മാറോട് ചേർത്ത് ജീവിച്ച് പടച്ച തമ്പുരാൻ്റെ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറാതെ ചിതറാതെ ജീവിച്ച പുണ്യാത്മാവിനെ അള്ളാഹു മരണവേളയിൽ വിളിക്കുന്നു. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജി ഇലാ റബ്ബിക റാളിയത്തൻ മർളിയ. പടച്ചോൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു മഹാൻ സഹോദര, നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു, നിന്റെ പ്രവർത്തനങ്ങളും തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു. റാളിയത്തൻ മർളിയത്തൻ. അതുകൊണ്ട് ഫദ്ഖുലി ഫി ഇബാദി, എൻ്റെ സച്ചരിതരായ ദാസന്മാരായ അമ്പിയാക്കന്മാരും സാലിഹീങ്ങളും സിദ്ദീഖീങ്ങളും ശുഹദാക്കന്മാരും ഒക്കെ പ്രവേശിച്ച സ്വർഗത്തിലേക്ക് ഇതാ നിങ്ങൾക്ക് സ്വാഗതം എന്ന് മരണസമയത്ത് അള്ളാഹുവിൻ്റെ നേരിട്ടുള്ള വിളി കേട്ട് വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ, അല്ലെങ്കിൽ ഭൂതലം വിട്ടുപിരിയാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇടതുപക്ഷത്തിൻ്റെ കഠോരമായ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ സൗഭാഗ്യം ലഭിക്കുന്ന യഥാർത്ഥ മുത്തക്കുളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയെല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ ബഹുമാന്യരായ നമ്മുടെ മാതാപിതാക്കൾക്ക്, സഹോദരി സഹോദരന്മാർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചതമ്പുരാൻ നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ നിത്യവൃത്തികളിലും തൊഴിലിലുമെല്ലാം അനുഗ്രഹീതമായ ഹലാലായ പണം കൊണ്ട് അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഹറാമായ ധനവും നാം ഭക്ഷിക്കുന്നതിൽ നിന്നും നമ്മുടെ കുടുംബത്തിന് ഭക്ഷണമായി കൊടുക്കുന്നതിൽ നിന്നും അള്ളാഹു നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അധർമ്മത്തിൻ്റെ പണം വരുമ്പോൾ മാറ്റി നിർത്താനുള്ള മാനസികാവസ്ഥ അള്ളാഹു എനിക്കും നിങ്ങൾക്കും നൽകുമാറാകട്ടെ. പരലോകത്തേക്കുള്ള യാത്ര എപ്പോഴും ചിന്തിച്ചുകൊണ്ട് വിശുദ്ധരിൽ വിശുദ്ധനായി വൃത്തിയുള്ള മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഉടമസ്ഥനായി ജീവിച്ചു മരിക്കാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. നമ്മുടെ ഈ രംഗത്ത് ഒരുപാട് ഓടി നടന്നിരുന്ന ഒരുപാട് ആളുകൾ, ഈ കാലയളവിൽ ഒരുപാട് ആളുകൾ യാത്ര പോയി. അവർ പണ്ഡിതന്മാരാണ്, അവർ നമ്മുടെ പ്രവർത്തകരാണ്, അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. അള്ളാഹു അവർക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ മഹലായ ഫയലുകൊണ്ട് ഈ ജിഹാദിൻ്റെ മാർഗത്തിൽ ഓടി നടന്നതിൻ്റെ പ്രതിഫലം തൃപ്തിപൂർവ്വം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ നമ്മുടെ മരിച്ചു പിരിഞ്ഞുമായ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരിമാരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.